ഒരു കച്ചവടം എങ്ങനെ ചെയ്യണമെന്ന് ആൾക്കാരുടെ വിശ്വാസം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു കച്ചവടം എങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തന്ന ഒരാളാണ് നമ്മുടെ സ്വന്തം അജൂബ നാസറിക്കാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു കച്ചവടത്തിലേക്ക് എത്തിയത്? ഒരു 9 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ള സമയത്തും ഫാദറിന് കോട്ടപ്പുറം മാർക്കറ്റ് ഞങ്ങളുടെ അടുത്ത് തന്നെ, അവിടെ പുള്ളി 64 വർഷം ബിസിനസ്സാണ്. അപ്പോൾ പുള്ളി പോകുമ്പോൾ വെളുപ്പിന് അന്നൊക്കെ ഞാനും എനിക്ക് പോകും കൂടെ. ഈ 9 വയസ്സ് 10 വയസ്സിലാണ് ഈ പറയുന്നത്. അന്നൊക്കെ എന്തോ അങ്ങനെ ഒരു ബുദ്ധി നമുക്ക് ദൈവം തന്ന അങ്ങനെ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു. അപ്പോൾ ആദ്യം തന്നെ അവിടെ നമുക്കിപ്പോൾ ചെന്നപ്പോൾ തന്നെ പുള്ളി ക്യാഷിലിരുത്താനും അതിനൊന്നും നിർത്തിയിരുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ നടക്കും, ചാക്കൊക്കെ ഏറ്റും. എനിക്ക് ബിസിനസ്സിൽ ഭയങ്കര മൈൻഡായിരുന്നു ചെറുപ്പകാലം മുതൽ. പിന്നെ 2002 കാറ്ററിങ് തുടങ്ങിയ, അതും ഇതേമാതിരി തന്നെ വേറൊരാളായിട്ട് പോട്ടിയായിട്ട് തുടങ്ങിയാണ്. പക്ഷെ അത് ഭയങ്കര വിജയമായിപ്പോയി. എറണാകുളം, ആലുവ, കോതമംഗലം, പെരുമ്പാവൂർ, അടിമാലി, ഈ ഈസ്റ്റേൺ ഇല്ലേ, അതിൻ്റെ ഓണർ ബീരാൻക, മരിച്ചുപോയി പുള്ളി. ബീരാൻഖാനൊക്കെ ആയിട്ടൊക്കെ ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. ബീരാൻഖ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പെട്ടിവണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കണ കണ്ടിട്ടില്ലേ? സത്യം പറഞ്ഞ വൈകുന്നേരം ഒന്നും ഉണ്ടാവില്ല അവർക്ക്, സത്യം. അതിൽ നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിനല്ല കേരളത്തിലുള്ള എല്ലാ കച്ചവടക്കാർക്കും ഈ പേര് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അജൂബ വെജിറ്റബിൾസ് ആൻഡ് അജൂബ സൂപ്പർ മാർക്കറ്റ്. നമ്മൾ ഇദ്ദേഹത്തിന് വിളിക്കാൻ കാരണം ഒരു കച്ചവടം എങ്ങനെ ചെയ്യണമെന്ന് ആൾക്കാരുടെ വിശ്വാസം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു കച്ചവടം എങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തന്ന ഒരാളാണ്. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ഒരു ബിസിനസ് ടീം തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. നമ്മുടെ സ്വന്തം അജൂബ നാസറിക്കാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇതായാലും വളരെ സന്തോഷം. ഈ തിരക്കിനായിട്ട് നിങ്ങളിങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഇടാറുണ്ട്. ഈ അജൂബക്കാരെ ഒന്ന് എങ്ങനെയും ഒന്ന് അജൂബക്ക എന്ന് പറയാം, അജൂബക്കാരെ ഒന്ന് ഒറ്റയ്ക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യൂ, നിങ്ങൾ ഒന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് ആൾക്കാരെ പറഞ്ഞു. അങ്ങനെയാണ് പിടിച്ചുകൊണ്ട് വന്നത്. എന്തായാലും സന്തോഷിക്കാം. 13 വയസ്സിൽ സ്വന്തമായിട്ട് കടയിട്ട ആളാണ് അല്ലേ? അതെ അതെ. 13 വയസ്സിലെന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊക്കെ കടയിൽ പോയി തുടങ്ങിയിട്ടില്ല സാധനം മേടിക്കാൻ 13 വയസ്സിൽ. എങ്ങനെയാണ് ഈ ഒരു കച്ചവടത്തിലേക്ക് എത്തിയത്? കച്ചവടത്തിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫാദർ ചെറുപ്പകാലം മുതലേ, എനിക്ക് ചെറുപ്പം ഒരു 9 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ള സമയത്തും ഫാദറിന് കോട്ടപ്പുറം മാർക്കറ്റ് ഞങ്ങളുടെ അടുത്ത് തന്നെ, വലിയ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മാർക്കറ്റിലാണ്. അവിടെ പുള്ളി 64 വർഷം ബിസിനസ്സാണ്. അപ്പോൾ പുള്ളി പോകുമ്പോൾ വെളുപ്പിന് അന്നൊക്കെ ഞാനും എനിക്ക് പോകും കൂടെ. ഈ 9 വയസ്സ് 10 വയസ്സിലാണ് ഈ പറയണത്. അന്നൊക്കെ എന്തോ അങ്ങനെ ഒരു ബുദ്ധി നമുക്ക് ദൈവം തന്ന അങ്ങനെ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു. അപ്പോൾ അതിനൊക്കെ നമ്മൾ അതിന് പോകും, പുള്ളിയുടെ കൂടെ പോകും. ആദ്യം തന്നെ അവിടെ നമുക്കിപ്പോൾ ചെന്നപ്പോൾ തന്നെ പുള്ളി ക്യാഷിലിരുത്താനും അതിനൊന്നും നിർത്തിയിരുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ നടക്കും, ചാക്കൊക്കെ ഏറ്റും. ചെറുതാണെങ്കിലും ചെറിയ ഇത് കാണുമ്പോൾ നമുക്ക് ചെറുപ്പത്തിലെ ഒരു ചൊറുക്കുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബിസിനസ്സിൽ ഭയങ്കര മൈൻഡായിരുന്നു ചെറുപ്പകാലം മുതലേ. പിന്നെ വായാടിയാണ്. ഇപ്പോൾ ചെറുപ്പകാലത്ത് ചിലവർ മിണ്ടൂലധികം, ചിലവരധികം സംസാരിക്കില്ല. ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ, ഇപ്പോഴത്തെ പിള്ളേർ വരെയും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന പിള്ളേരൊക്കെ ഒരുപാടില്ല. അവർ ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്നത് ഈ 15 വയസ്സ് 20 വയസ്സുള്ള ആൾക്കാരെ ബുദ്ധിയായിരിക്കുള്ളൂ അവർ ഉപയോഗിക്കുക. 8 വയസ്സും 7 വയസ്സൊക്കെ ഉള്ളവർ. അതുപോലെ ഒരു പ്രകൃതാർന്നായിരിക്കും എന്ന് എനിക്ക് തോന്നണം. ഇപ്പോൾ അന്നത്തെ ഒരു വമ്പത്തരം കൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ എത്തണത്. അപ്പം അന്നൊക്കെ ഫാദറിൻ്റെ കൂടെ പോയി കോട്ടപ്പുറം മാർക്കറ്റിൽ അത് പഠിച്ചും. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വീട്ടിലേക്കുള്ള വെജിറ്റബിൾസ്, അന്ന് വെജിറ്റബിൾസ് അല്ല, ഫാദറിന് മെയിൻ കച്ചവടം അരിക്കച്ചവടമാണ്. 50 ലോഡൊക്കെ വെക്കും ഒരു ദിവസം പെർ ഡേ. മാർക്കറ്റാണ്, വ്യാഴം തിങ്കൾ 50 ലോഡ്. ഇപ്പോൾ വ്യാഴാഴ്ച മാർക്കറ്റാണെങ്കിൽ ബുധനാഴ്ച വ്യാഴാഴ്ചയും കൂടിയും 50 ലോഡ് 25 ലോഡ് 100 ലോഡ് വരെ വിൽക്കണ പുള്ളിയാണ് ഫാദർ. അന്നത്തെ കാലത്ത് ലോഡ് ഇവിടെ വന്നാലും കയറ്റി പോകുന്നത് കംപ്ലീറ്റ് വള്ളത്തിലാണ്. കോട്ടപ്പുറത്ത് വള്ളം. അപ്പോൾ വള്ളത്തിൽ ഓരോ ടീമിന് 100 ചാക്ക് ചാവക്കാടുക്ക്, അതേപോലെ കാട്ടൂര്, പല സ്ഥലങ്ങൾക്ക് മാർക്കറ്റുകളുണ്ട് പുള്ളിക്ക് ബന്ധമായിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ അവിടെ വന്നെടുക്കും, കൊണ്ടുപോകും. അന്ന് ഫാദറിന് ഫോണുണ്ട് 424, അന്നത്തെ നമ്പർ ഫാദറിൻ്റെ ഫോൺ നമ്പറാണ് 424, 3 നമ്പർ. അപ്പോൾ അന്ന് ഫോണെന്ന് വെച്ചാൽ ആകെ ഒരു ആൾക്ക് 2 ആൾക്ക് കൊള്ളു കോട്ടപ്പുറം മാർക്കറ്റിൽ. ട്രങ്കോൾ ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇപ്പോൾ ആന്ധ്രക്കായാലും കർണാടകയിലേക്കായാലും ഒക്കെ വിളിക്കുന്നത്, ട്രങ്കോൾ ബുക്ക് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെയൊക്കെ ബിസിനസ് കണ്ട് പഠിച്ചിട്ടാണ് എനിക്കങ്ങനെ ബിസിനസ് ഇടണമെന്നൊക്കെ തോന്നിയിട്ടാണ് ഞാൻ ഒരു ഷോപ്പ്
പുല്ലൂറ്റ്, അതായത് നമ്മളെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർ റൂട്ടിൽ പുല്ലൂറ്റ് പാലം എല്ലാം കൂടെ പോകണ്ട. കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ തൃശ്ശൂർ റൂട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കറക്റ്റ് 2 കിലോമീറ്റർ എത്തുമ്പോഴാണ് ഈ ഷോപ്പ്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു കട എനിക്ക് വേണമെന്നുള്ള ഫാദർ എനിക്കൊരു കട അവിടെ എടുത്തു തന്നു. ചെറിയ ഒരു ഓല, ഒരു ഫ്രണ്ടൊക്കെ ഓല കെട്ടിയത്, മരപ്പല കെട്ടുന്നത്, ഷട്ടറൊന്നുമില്ല. അതുപോലെ നാസ സ്റ്റോഴ്സ് എന്ന് എഴുതിയിട്ട് ഒരു കട തുടങ്ങി. അവിടെ ഒരു ദിവസം ഒരു 300 രൂപ ബിസിനസ്. 300 രൂപ ഒരു ദിവസം, അല്ലെങ്കിൽ 150 റുപ്യക്കോ. തൊട്ടപ്പുറത്ത് ഒരു നായരുടെ ഒരു കടയുണ്ട്. അവിടെ ഒരു 7000 10000 ഒക്കെ വിൽക്കണ കട. ഭയങ്കര തിരക്കണം അവരെ കടയിൽ. എനിക്ക് ബിസിനസ് ഇല്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു വേറൊരു ജോലിക്ക് പോയാലെങ്കിലും എനിക്ക് അതിൽ കൂടുതൽ ശമ്പളം കിട്ടും. ഇത് ഈ 300 200 ഒക്കെ വിറ്റിട്ട് എന്ത് ഉണ്ടാവാൻ, എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നു. ആരോട്? ഫാദറിനോട് പറയുന്നു. അപ്പോൾ പറഞ്ഞ് ഫാദറിന് അത് കേട്ടപ്പോൾ വിഷമായി. അങ്ങനെ ഫാദർ പറഞ്ഞു, പുള്ളി കുറച്ച് ദിവസം കടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും. ഞാൻ ഓരോരുത്തർക്ക് ഒരു ലെറ്റർ എഴുതി കൊടുക്കും. അന്നൊന്നും പേപ്പറൊന്നുമില്ല, നമ്മളെ വെള്ള പേപ്പറൊന്നുമല്ല, നമ്മളെ ന്യൂസ് പേപ്പറില്ലേ, അതിൻ്റെ സൈഡ് കീറും, സൈഡിൽ വെള്ളം, അതിലെഴുതി കൊടുക്കും. ഉസ്മാൻ്റെ മകനാണ് ഇവിടെ കച്ചവടം തുടങ്ങിയേക്കണം, ഓരോരുത്തർക്ക് വരുമ്പോൾ കൊടുത്തേക്കും. അങ്ങനെ 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 അവിടെ കച്ചവടമായി. വാപ്പയുടെ പേര് ഭയങ്കരമാണ്. വാപ്പ കൊടുങ്ങല്ലൂര് ടൗണിൽ അടിയന്തര കാലാവസ്ഥയിൽ അരി ചൊരിഞ്ഞിട്ട് വിറ്റ് പേര് നേടിയ ആളാണ്. വില കുറവിന്. അതെ, അന്ന് വിൽക്കാൻ പാടില്ല. പക്ഷെ അന്ന് വില കുറച്ച് വിറ്റതിൻ്റെ പേരിൽ വാപ്പാനെ അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസുകാർ. ജനങ്ങൾക്ക് സഹായമല്ലേ ചെയ്തേക്കണം, കൊള്ളയല്ലല്ലേ ചെയ്തേക്കണത്. അടിയന്തര കാലാവസ്ഥ ചെയ്യാൻ പാടില്ല. ഇന്ദിരാഗാന്ധിയുടെ ഓർഡർ വന്ന കാലത്ത് അന്നൊക്കെ നമ്മൾ എങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഫാദർ പറഞ്ഞ് കേട്ടതും മറ്റുള്ളവർക്ക് പറഞ്ഞ് കേട്ട അറിവാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഒരു പേരൊക്കെ പുള്ളിക്ക് ബിസിനസ്സിലുണ്ട്. എൻ്റെ ഫാദർ ഭയങ്കര പേര് കേട്ട ബിസിനസ്സാണ് അന്നും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫാദർ എഴുതി കൊടുത്തേക്കുന്ന ഒരു മുഴുവനും ഷോപ്പിലായി. ഇത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഈ ഷോപ്പിൽ ബിസിനസ് മാക്സിമം 6 മാസമായപ്പോഴത്തേനും 12,000 10,000 രൂപ ബിസിനസ്സായി മാറി ആ ഷോപ്പിൽ. മറ്റൊരു ഇടിവും തട്ടി ആയിരിക്കും അപ്പുറത്ത്. പിന്നെ എനിക്ക് മെയിനായിട്ടൊരു വാശി, കാരണം അവരിലും എനിക്ക് വലുതാവണം. അവരെ ദ്രോഹിക്കാൻ നമ്മൾ തയ്യാറില്ല, അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ബിസിനസ്സിൽ തെറ്റായൊരു മാർഗമാണ്. അങ്ങനത്തെ ഒരു ചിന്തയിൽ നമ്മൾ പോയോ നമ്മൾ നശിച്ചിരിക്കും. ഒരാളെ ദ്രോഹിച്ച് അങ്ങനെ ഒരിക്കലും നമ്മളെ ബിസിനസ് വലുതാക്കാൻ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ കൂടോത്രോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും അല്ല കേട്ടോ. എന്തൊക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ ബിസിനസ്സിൽ വില കുറച്ച് എവിടെ നിന്നൊക്കെ കിട്ടും. 10 പൈസ ലാഭമുള്ളെങ്കിൽ അത് 10 പൈസക്ക് കൊടുക്കാം. മറ്റേന് 20 ലാഭം ഇട്ട് വെക്കണമെങ്കിൽ അവനേലും 10 പൈസേന് കുറച്ച് വെക്കുക. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ജനങ്ങൾക്കൊരു ഉപകാരപ്രദമായ കടയാണ്. അപ്പോൾ 2-3 ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഭയങ്കര ബാർഗനിങ് റേറ്റ് വരും. അപ്പോൾ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഭയങ്കര മെച്ചമാണത്. കാരണം ഈ ഷോപ്പുള്ളതുകൊണ്ട് ഇവർക്ക് മാർക്കറ്റ് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് ഭയങ്കര മെച്ചമല്ലേ. അപ്പോൾ അങ്ങനെ ബിസിനസ് എനിക്കും തോന്നി ഇത് പിടിക്കണം ഭയങ്കരമായിട്ട്. അങ്ങനെ ഞാൻ എന്തെന്ന് വെച്ചാൽ തൃശ്ശൂർ പോകണം എന്ന് പറയുകയാണ്. അങ്ങനെ എന്നോട് അവരുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ആ പുള്ളി പറഞ്ഞു, ഞാൻ ഡ്രൈവറാണ് ഗ്ലാമർ ബസ്സിൽ, നീ എൻ്റെ കൂടെ പോര്, ബസ്സിൽ സാധനമായിട്ട് എനിക്ക് വാടക ഒന്നും തന്നെ, നീ ഇവിടെ ഇറക്കിയിട്ട് പറ്റുമോ എന്ന് പറയും. അങ്ങനെ ഞാൻ തൃശ്ശൂർ പോകും. രാത്രി 2 മണിക്ക് ഹിന്ദു പേപ്പറിൻ്റെ വണ്ടിയുണ്ട്, ഈ ടാക്സി, അതിൽ കയറി തൃശ്ശൂർക്ക് പോകും. എന്നിട്ട് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ച് 8:15 ബസ് വരും. അപ്പോൾ 7:50 മാർക്കറ്റിൽ നിർത്തി തരും ബസ്. വണ്ടിയുടെ അടിയിൽ പച്ചക്കറിയൊക്കെ കയറ്റി വെച്ച് ഈ കടയിൽ കൊണ്ടുവന്ന്. അപ്പോൾ അന്ന് തട്ടൊന്നുമില്ല പച്ചക്കറി വെക്കാൻ. ഈ പീഡിയപ്പലകാരനെടുത്ത് നിരത്തും ഫ്രണ്ടിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ 2 കിലോ 3 കിലോ പച്ച അത്ര കൊണ്ടുവരുള്ളൂ. എല്ലാവരും കൂടി കുറേ ഐറ്റംസ് 3 കിലോ 4 കിലോ കൊണ്ടുവന്ന് നിരത്തി വെച്ച് വിൽക്കും. അത് 2 ദിവസം വിൽക്കും. പിന്നെ പിറ്റേ ദിവസം പോകണമെങ്കിൽ കടയിൽ ആൾ വേണ്ടേ, ആരെങ്കിലും ഇരുത്തിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പോൾ ഫാദർ വന്നിരിക്കും രാവിലെ കിടക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പോവുക. അങ്ങനെ കച്ചവടം ചെയ്ത് 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 അവിടെ നല്ല കച്ചവടമായി. ഇപ്പോൾ 25,000 രൂപ. ഈ ചെറിയ കടയാണ്, സാധനങ്ങളൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഒരു 20 കേസ്, അന്നൊക്കെ കേസ് ഉണ്ട്. പശുവിന് കൊടുക്കണ കേസ് കാലിത്തീറ്റ. ഈ കാലിത്തീറ്റ പുല്ലൂറ്റ് പാലത്തിൻ്റെ അപ്പുറത്താണ്. അതൊരു ചാക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് 2 രൂപ കൂലി കൊടുക്കണം. അപ്പോൾ 15 ചാക്ക് കൊണ്ട് 30 രൂപ പോകും. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവിടുന്ന് സൈക്കിൾ എടുത്ത് 50 പൈസ ആവുള്ളൂ വാടകയ്ക്ക്. ആ സൈക്കിൾ എടുത്തിട്ട് 2 ചാക്കൊക്കെ അപ്പുറത്ത് പോയിട്ട് ഞാൻ ചവിട്ടിക്കൊണ്ടിരും ഇടക്കിടക്ക് ഒഴിവുള്ളപ്പോൾ പോയിട്ട്. അപ്പോൾ ആ പൈസ വൈകുന്നേരം നമുക്ക് കിട്ടിയല്ല. അല്ലെങ്കിൽ ആ 2 രൂപ കുറച്ചുകൂടെ വിൽക്കാമല്ലോ, അപ്പോൾ ബിസിനസ് കൂട്ടാമല്ലോ. അങ്ങനത്തെ ഒരു മൈൻഡിലാണ് കച്ചവടം ചെയ്തത്. കരഞ്ഞിട്ടുണ്ട്. ഈ പാലം കയറുമ്പോൾ
വെയിറ്റ് തണ്ടൽ അതിനെടുത്തിട്ട് കരഞ്ഞിട്ടുണ്ട്. സൈക്കിള് നമ്മ ചെറുതല്ലേ, ഈ സൈക്കിള് 2 ചാക്കൊക്കെ വെച്ചെന്ന് പറയുമ്പോൾ 157 കിലോ ആണ് ചാക്ക് അന്ന്. 114 കിലോ ഉണ്ടാവും. അപ്പോൾ ഇത് ചവിട്ടി ഇങ്ങോട്ട് ഇറക്കണമെങ്കിൽ ഇതിൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തി. അത് കഷ്ടപ്പാടല്ല, അതൊരു കഷ്ടപ്പാടേ അല്ല. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത്. സത്യം. അല്ലെങ്കിൽ ഇവിടെ എത്തുമോ? ഒരിക്കലും എത്തൂല അമ്മ. ആ കഷ്ടപ്പാട് താങ്ങാൻ പറ്റുന്നതുകൊണ്ടാണ് ഇന്ന് അതിലും വലിയൊരു കഷ്ടപ്പാട് വന്നാലും നമുക്ക് താങ്ങാൻ കെൽപ്പുണ്ടാവും. അത് ഹൃദയത്തിലായിരിക്കുള്ളൂ, ശരീരത്തിനല്ല അത് വരിക. ഇന്നിപ്പോൾ നമുക്ക് എന്ത് സങ്കടം വന്നാലും നമ്മൾ വെരി സിമ്പിളായിട്ടിരിക്കും. എന്താണ്, വലുത് കഴിഞ്ഞാണ് ഇവിടെ എത്തിയേക്കണത്. പിന്നെ ഇനി അതിലും വലുത് ഇനി വരാനില്ലല്ലോ. ഇപ്പം നമുക്ക് സ്റ്റാഫുകളായി എല്ലാം ആയി, അങ്ങനെയായി. അപ്പം അങ്ങനെ ഇരിക്കലാണ് ഫാദറിൻ്റെ ഒരു ആൾ വന്നിട്ട് പറഞ്ഞ്, ഞങ്ങൾ കോതോറമ്പിലൊരു ഷോപ്പ് പണിതിട്ടുണ്ട്. അപ്പോൾ അവർ കല്ലെടുക്കാൻ പോകണം, ആ കടക്ക് തറക്കല്ലിടാൻ. ആ റൂം ഉസ്മാൻക്കാക്ക്, എൻ്റെ ഫാദറിൻ്റെ ഒരു ഉസ്മാൻ എന്നാണ്, ഉസ്മാൻക്കാക്ക് മോനിക്കും തരാം, നിങ്ങൾ അവിടെ ഒരു കച്ചവടം ചെയ്യണമെന്ന് പറയാം. അങ്ങനെ ആ പുള്ളി എനിക്ക് വാപ്പാനോട് വാക്ക് പറഞ്ഞു. അവർ റൂം പണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ വാപ്പ പള്ളി പോയി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂം പറഞ്ഞു. അങ്ങനെ വാപ്പ വന്ന് റൂം ഞങ്ങൾക്ക് ഈ 2 മുറിയും ഗോഡൗണും കൂടെ വന്നേക്കാൻ പറഞ്ഞു. അതവർ ഞങ്ങൾക്ക് തന്നു. അവിടെ ഞാൻ തുടങ്ങുകയാണ്. അതായത് ഇവിടെ 5 വർഷം ചെയ്ത് 18ാമത്തെ വയസ്സിലാണ് അവിടെ തുടങ്ങുന്നത്. എവിടെ തുടങ്ങുന്നത്? 5 വർഷം ഞാനിവിടെ ചെയ്തിട്ടാണ് പുല്ലൂറ്റ്. 18-19 വയസ്സിലാണ് അവിടെ തുടങ്ങുന്നത്. എവിടെ തുടങ്ങുന്നത്? ഈ കോതോറം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടെ തുടങ്ങി. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുകയാണ് ചില ആൾക്കാർ. അപ്പോൾ അവിടെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണേ. ഇവിടെ ആര് വരാൻ? പള്ളിക്കാട്ടിൽ നിന്ന് ആൾ. അപ്പോൾ തൊട്ട് മുമ്പിൽ പള്ളിയാണ്, കാടൊക്കെയാണ്. പള്ളിക്കാട്ടിൽ നിന്ന് ആൾ വരുമോ? സാധനം ഞാൻ തുടങ്ങണേൻ്റെ നമ്മൊരു ഷോപ്പ് തുടങ്ങണം, നിങ്ങളൊരു സംരംഭം തുടങ്ങാൻ പോകണം. തലേദിവസം വന്നിട്ട് ചോദിക്കുകയാണ് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കും അല്ലേ? പക്ഷേ ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞത്, ഞാനിതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു പ്രതികാരം പോലെ കാണിച്ചു തരാന്ന് വെച്ചാൽ വൈരാഗ്യം തീർക്കുന്നല്ല, ബിസിനസ്സിനെ ബിസിനസ് കൊണ്ട് അടിക്കണം. അവർ ചോദിച്ചതിനെ നമ്മൾ ഒരിക്കലും അവരുടെ തല്ലുണ്ടാക്കാനോ ഒരു നാവ് കൊണ്ട് ഇത് പറയാനോ അല്ല പോകേണ്ടത്. ബിസിനസ്സിനെ ബിസിനസ് കൊണ്ട് അടിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ഇത് വാശി വീണ്ടും അവിടെ കൂടുകയാണ് എനിക്ക്. അങ്ങനെയാണ് ആ ഷോപ്പ് തുടങ്ങിയിട്ട് ഞാൻ വാങ്ങിയ വിലക്ക് വിൽക്കും. ചിലപ്പോൾ വാങ്ങിയതിലും 2 രൂപ കുറച്ച് വിൽക്കും പേരെടുക്കാൻ, കച്ചവടം പിടിക്കാൻ, കളം പിടിക്കാൻ വേണ്ടി. അതെ, അത് ഒരു ദിവസമല്ല, എല്ലാവരും ഒരു ദിവസം ചെയ്യുള്ളൂ. നെഞ്ച് വേദനിക്കും, കാരണം കയ്യിൽ നിന്ന് ഇത്തിരി ക്യാഷ് പോകുമ്പോൾ നെഞ്ച് വേദനിക്കും. പക്ഷെ വേദനിക്കരുത്. ബിസിനസ്സിൽ വേദനിക്കാതെ നമ്മൾ ചെയ്യണം. എങ്ങനെ ചെയ്യണം? നമ്മൾക്ക് ബിസിനസ് ശരിയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടും. 6 മാസം വെയിറ്റ് ചെയ്യണം. ഒരു പലചരക്ക് കട തുടങ്ങിയാൽ 6 മാസമാണ്. എന്ത് ബിസിനസ്സും 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിധി എഴുതിയാൽ മതി. നിങ്ങളൊരു ഫീൽഡ് വരെയാണെങ്കിൽ പോലും 6 മാസം പിടിക്കും. നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു ചെറിയൊരു സ്കെച്ച് പിടിച്ച് വരാൻ 6 മാസം പിടിക്കും. ഈ 6 മാസം വരെ ഞാൻ അടിച്ച് ഞാൻ കച്ചവടമാക്കിയെടുത്ത്. എന്നിട്ടും വില കൂട്ടരുതിട്ടാ, അത് വേറെ പോയിന്റ്. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. ഓഫർ ഇട്ടിട്ട് ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഓഫർ ഇട്ടിട്ട് എല്ലാവരെയും അറിയിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം മുതൽ റേറ്റ് മാറി, അല്ലെങ്കിൽ 3 ദിവസം ഓഫർ. അത് ശരിയല്ല ബിസിനസ്. ആ ബിസിനസ് ഒരിക്കലും നിലനിൽക്കില്ല. 100% എഴുതി വെച്ചാൽ ഒരിക്കലും നിലനിൽക്കില്ല. ബിസിനസ് ഒരേ നേറ്റിക്ക് പോകണം. ഓഫർ കൊടുത്താൽ അവന് ഒരുപാട് നാൾ കൊടുക്കണം. അവൻ്റെ മനസ്സ് നമ്മൾ കവർന്നെടുക്കണം ഓഫർ കൊടുത്തിട്ട്. അപ്പോൾ അവനെന്ത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവൻ നമുക്കിവിടെ ആവശ്യമാണ്, ഇവനെ നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകണം. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് അവൻ്റെ നിന്ന് മേടിക്കണം. ഇനി 1 രൂപ കൂടുതലുണ്ടെങ്കിലും അവൻ എൻ്റെ നിന്ന് വന്ന് മേടിക്കും. കാരണം എന്താണ്? അവൻ്റെ മനസ്സ് നമ്മൾ കവർന്നെടുത്ത് കഴിഞ്ഞ് റേറ്റിലൊക്കെ. പിന്നെ വെയിറ്റ്, അളവ് തൂക്കം തെറ്റായ രീതിയിൽ ഉപയോഗിക്കരുത്. തൂക്കത്തിൽ കുറച്ചുള്ള പരിപാടിയില്ല, അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാളീസാവുക. അളവ് തൂക്കം. ഇപ്പം എന്നെ സംബന്ധിച്ചോളൂ, എൻ്റെ എല്ലാ ഷോപ്പിലും കിറ്റുകളാണ്. ഇപ്പോൾ 2 കിലോ സവാള 35 രൂപയാണ് എൻ്റെ ഷോപ്പിൽ. ഞങ്ങളിപ്പോൾ ഇന്ന് വിൽക്കണതാണ്. ഇന്ന് ഇപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ വിൽപ്പന 2 കിലോ സവാള 35 രൂപ. അങ്ങനെ ഒരു 20,000-50,000 കിറ്റുകൾ കിട്ടും ഒരു ദിവസം എൻ്റെ എല്ലാ ഷോപ്പിലും. അതിലൊരു 25,000 കിറ്റിൽ 100 ഗ്രാം വെച്ച് കുറച്ച് ആരും അറിയാൻ പോണില്ല. ഇടയിലാണല്ലോ. തീർച്ചയായിട്ടും ശരിയാണോ അല്ലേ? അപ്പോൾ എനിക്കൊരു ദിവസം മാക്സിമം 2,500 കിലോ ലാഭം ഉണ്ടാവും. അപ്പോൾ ഒരു 30 രൂപ ആവറേജ് വിലയുള്ള കൂട്ടിയായി. എല്ലാവരും കൂടി കൂട്ടുമ്പോൾ 25 രൂപ ആവറേജ് കൂട്ടും വില 1 കിലോത്തിന്.
അപ്പോൾ 2500 കിലോ കിട്ടി എനിക്ക് എന്ത് ലാഭമുണ്ട് ഒരു ദിവസം? തീർച്ചയായിട്ടും 70,000-70,000 ഉറുപ്പ്യ എനിക്ക് ലാഭം കിട്ടി. ഒരിക്കലും രക്ഷപ്പെടില്ല നമ്മൾ. അപ്പം കിട്ടുന്നതേ ഉള്ളൂ, പക്ഷെ അതുകൊണ്ട് മുമ്പോട്ട് ഒരിക്കലും ഇല്ല. പല നാൾക്കുള്ള ഒരു നാൾ പിടിക്കപ്പെടും. ജനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇത് കണ്ടെത്തും. പിന്നെ ചീഞ്ഞതൊക്കെ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ചിലപ്പോൾ കൈ അറിയാതെ പെട്ടെന്ന് വരും. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്ഥാപനത്തിൽ, അളവ് തൂക്കത്തിൽ തൂക്കം നിങ്ങൾ വെയിറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ടോ ശിക്ഷ നിങ്ങൾക്കാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കൊരിക്കലും പടച്ചോൻ ശിക്ഷിക്കില്ല എന്നാ. പ്രപഞ്ചത്തിൽ ഒരു സത്യം ഉണ്ടല്ലോ, അതൊരിക്കലും എനിക്ക് ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് വരുള്ളൂ. ഇത് നിങ്ങൾ അറിയാണ്ട് ഇതല്ല, അതിൻ്റെ ശിക്ഷ നിങ്ങൾക്കാണ്. ചീഞ്ഞതിട്ട് കൊടുത്താൽ. കാരണം ഞാൻ പറഞ്ഞേ, ഇപ്പോൾ 1 കിലോ തക്കാളി മേടിച്ച് വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് എടുക്കണ സമയത്ത് 1/2 കിലോ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ 1/2 കിലോ എടുത്തു വെച്ച് അതിൽ 3-4 ചീഞ്ഞ് പോയി. പിന്നെ എടുക്കണ സമയത്ത് ഇല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ ഉറപ്പായിട്ടും പറയും, അത് ഇഷ്ടന്മാരെന്തോന്നു ഇത്തിരി മക്കൾക്ക് എടുത്ത സമയത്തെങ്കിലും അവർക്കിത് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇതവർ പറയും. അത് ദൈവം കൈക്കൊള്ളും. അപ്പോഴും ശിക്ഷ അവർക്കാണ്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ചീഞ്ഞിടാൻ. അതേലോ, സ്റ്റാഫുകൾ ചെയ്യാൻ പാടില്ല. സ്റ്റാഫുകൾ എന്ന് ചെയ്യണ തെറ്റായ രീതി. നിങ്ങൾക്കൊരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റാഫ് നല്ല രീതിയിലായിരിക്കണം, മറ്റൊരു നേർമയോടുകൂടി കൊണ്ടുപോകണം. അതിലൊരു വളഞ്ഞ വഴി അവനെടുക്കണമെങ്കിൽ അവനെ നശിക്കുകയുള്ളൂ. നിങ്ങളറിയാതെയാണല്ലോ അവൻ ചെയ്യണത്. അപ്പം അതേപോലെ ഷോപ്പിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ കോതോറമ്പിൽ നമ്മൾ 15 വർഷം ഞാൻ കച്ചവടം ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഞാൻ 2005 കാറ്ററിങ് തുടങ്ങി. 2005 2002 കാറ്ററിങ് തുടങ്ങിയ. അതും ഇതേമാതിരി തന്നെ വേറൊരാളായിട്ട് പോട്ടിയായിട്ട് തുടങ്ങിയാണ്. പക്ഷെ അത് ഭയങ്കര വിജയമായിപ്പോയി. എറണാകുളം, ആലുവ, കോതമംഗലം, പെരുമ്പാവൂർ, അടിമാലി, ഈ ഈസ്റ്റേൺ ഇല്ലേ, അതിൻ്റെ ഓണർ ബീരാൻക, മരിച്ചുപോയി പുള്ളി. ബീരാൻഖാനൊക്കെ ആയിട്ടൊക്കെ ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. ബീരാൻഖയുടെ മക്കൾ അവരെ ഇതിലത്തെ കമ്പനിയിലെ പരിപാടിക്കൊക്കെ എന്നെ വിളിച്ചാണ് കാറ്ററിങ് തരിക അടിമാലിയിൽ. അതേമാതിരി കോതമംഗലം, എറണാകുളം എല്ലാവർക്കും അറിയാം. ആലുവൊക്കെ എന്നെ അറിയാം. ഏകദേശം ഇത്ര വർഷങ്ങളൊക്കെ കഴിഞ്ഞു നിക്കാട വെജിറ്റബിൾ മാർക്കറ്റിൽ, അല്ലെങ്കിൽ വെജിറ്റബിൾ ഈ ഒരു കച്ചവടത്തിൽ ഒരു ദിവസം എത്രത്തോളം ടൺ വെജിറ്റബിൾസ് വരുന്നുണ്ട്? ഇപ്പോൾ ഒരു ഇന്നിപ്പോൾ വന്നത് 24 ടണ്ണാണ് ഇന്നൊരു ദിവസം ഒരു വണ്ടിയിൽ. അത് മൈസൂർ. ഓക്കെ. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒസൂർ, ബാംഗ്ലൂർ ടച്ച് ചെയ്ത് വരുന്നത് ഏകദേശം ഒരു 8 ടണ്ണ് 7 ടണ്ണ് ഉണ്ടാവും വരുന്നുണ്ട്. അപ്പോൾ 22 8 30 ടണ്ണായി. പിന്നെ ഒട്ടൻചത്രം 3 വണ്ടി വരും. അത് 3നും കൂടി ഒരു 8 ടണ്ണ് ഉണ്ടാവും. 40-50 ടണ്ണ് വരും മൊത്തം വരും. പിന്നെ കൂർക്ക വണ്ടി വരും, ഇഞ്ചി വരും. കൂർക്ക വണ്ടിയൊക്കെ സെപ്പറേറ്റ് വരും. അതിപ്പോൾ നമുക്ക് ഒരു 20 എണ്ണം മതി, 25 എണ്ണം മതി, ആ വണ്ടി നമുക്ക് ഇവിടെ വരും. ആലുവയിട്ട് ജോയിൻ്റ് ആയിക്കോളൂ. പെരുമ്പാവൂരുണ്ടാവും, പെരുമ്പാവൂർ ഏതെങ്കിലും ഷോപ്പിലേക്ക് ഉണ്ടാവും, ബാക്കി ആലുവ ഷോപ്പ് തരും. ഒരു ദിവസം അങ്ങനെ ഒരു 60 ടൺ അടുത്ത് 60-50 ടണ്ണ് പച്ചക്കറി ഞാൻ വെക്കും. എല്ലാ ഫെസ്റ്റിവൽ സീസണിലാണെങ്കിലോ? ഫെസ്റ്റിവൽ സീസണിലാണെങ്കിൽ പിടിച്ചാൽ കിട്ടൂല. ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് ഓണത്തിനൊന്നും പിടിച്ചാൽ കിട്ടൂല. ഓണത്തിനൊക്കെ അതൊക്കെ പോകുന്നൊന്നുമല്ല. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ഒരു 1500 രൂപയ്ക്ക് ക്യാബേജ് 4 ദിവസത്തെ ബിസിനസ് ഉണ്ട്. 4 ദിവസം കൊണ്ട് വിറ്റ കാര്യം. 4-5 ദിവസം കൊണ്ടുള്ള ബിസിനസ്. ഒരു 1500 ലാസ്റ്റ് ഓണത്തിന്. അതെ, 1500 രൂപയ്ക്ക് ക്യാബേജ്, ഒരു 700-800 രൂപയ്ക്ക് ചേന. ഒരു ചാക്ക് ചേന എന്ന് പറയുമ്പോൾ 70 കിലോ ഉണ്ടാ. ഒരു 800 രൂപയ്ക്ക് ചേന. പിന്നെ കുമ്പളങ്ങയൊക്കെ ആണെങ്കിൽ ഒരു 1000 ചാക്ക്. മത്തങ്ങ ആണെങ്കിൽ ഒരു 2000 ചാക്ക്. പിന്നെ അങ്ങനെ കട്ടിച്ച് ഉള്ളിയൊക്കെ ഒരു 500-600 ചാക്ക് പോകും. ഇഞ്ചിയൊക്കെ എനിക്ക് ഒരു ദിവസമല്ല, ആഴ്ചയിൽ. ഇപ്പോൾ ആഴ്ചയിൽ 70-60 ചാക്ക് ഇഞ്ചി വേണം ഒരാഴ്ചയിൽ. ഫെസ്റ്റിവൽ ടൈമിലോ? ഫെസ്റ്റിവൽ 100 ചാക്ക് 120 ചാക്കൊക്കെ ഇറക്കും. അത് ഇറക്കണ ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. നമ്മളെ ഇപ്പോൾ ആൾ ഇവിടെയാണ് താമസിക്കണം, ആലുവയിലാണ്. അപ്പോൾ പുള്ളി എനിക്കിപ്പോൾ എന്നോട് ഞങ്ങൾ സംസാരിച്ച് എറണാകുളത്ത് ഒരു ഷോപ്പ് നോക്കണ്ടെങ്കിൽ ഞാനിവിടെ കലൂര് എവിടെയെങ്കിലും ഒരു ഷോപ്പ് നല്ലത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു ഷോപ്പ് നോക്കണ്ടേ അതായത് വണ്ടിയൊക്കെ അകത്ത് കയറ്റി എല്ലാവർക്കും വന്ന് വേഗം മേടിക്കാനുള്ള സൗകര്യം. പിന്നെ ഞങ്ങളെല്ലാ ഷോപ്പിലും പ്രത്യേകിച്ച് ആൾക്കാർക്ക് അകത്ത് കയറി അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, കൈക്ക് പിടിക്കില്ലായിരുന്നു. അത് ഒരു ഓർഡർ നമുക്കുണ്ട്. ഇപ്പം നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഒരു 1/2 കിലോ വെണ്ടക്ക വേണം. അപ്പോൾ അതിൽ 100 ആൾ പിന്നുണ്ടെങ്കിൽ 5 ആൾ തിരിയാൻ ആളുണ്ടാവുള്ളൂ. ബാക്കി 95 പേരും തിരിയില്ല. സ്റ്റാൻഡേർഡിൽ. പക്ഷെ അവർക്ക് നല്ലത് കൊടുക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കുക, അടുത്ത് വന്ന് നിന്ന് ഇതെടുക്കുന്നു. മറ്റേ നമ്മൾ ഇങ്ങനെ പോയിട്ട് പച്ചക്കറി കടയിൽ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കണം. 1/2 കിലോ വെണ്ടക്ക അവനെടുത്ത് തന്നെ പഴയതും കൊണ്ട് പോരണം.
കിറ്റിൽ എന്തൊക്കെ കിട്ടുന്ന നമ്മൾ അറിയണ്ട. അത് ഏറ്റവും വലിയ തെറ്റാണ് ബിസിനസ്. കാരണം കിറ്റിലിടുന്നത് എന്ത് സാധനമാണെന്ന് കസ്റ്റമർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെല്ലാം ഇവിടെ തിരിമറികൾ മാർക്കറ്റിലായാലും ചെയ്യുന്നുണ്ട്. എനിക്ക് തിരിമറികൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലർ വാരി ഓൾഡ് കുറച്ചൊക്കെ കൂട്ടി അതിൽ കൂടെ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിലർ ഒന്നും മിണ്ട, അവർക്കാണ് ഇത് കിട്ടുക. ഈ സാധാരണ ജനങ്ങളൊന്നും മിണ്ടൂല, പാവങ്ങളാണ് അവർ. എൻ്റെ ബിസിനസ് എല്ലാം അധികവും സാധാരണ ജനങ്ങളിലൂടെയാണ്. വലിയവരും ഉണ്ടും ഇല്ല എന്നല്ല, അവരൊന്നും താത്തി പറയണമല്ല. പക്ഷെ സാധാരണ ജനങ്ങൾ പാവങ്ങളാണ്. അവരാണ് നമ്മളെ വലുതാക്കുക. വലിയവരല്ല വലുതാക്കുക. അവരുടെ വിശ്വാസം അവർ വന്നിട്ട് എന്താ പറയുക, അജൂബെ പോയിക്കോടാ നല്ല ഇതാണെന്ന് പറയും. എന്താണ് നമ്മൾ അവരോടുള്ള പെരുമാറ്റത്തിനാണ് അവർ ഗുഡ് തരിക. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ വന്ന് അപ്പോൾ അവർക്ക് നല്ലത് കൊടുക്കും. അപ്പോൾ അവർക്ക് വിശ്വാസം വന്ന് നമ്മളിൽ. എല്ലാവരും എന്ത് ചെയ്യും, സാധാരണക്കാർക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ നമുക്ക് ഉണ്ടായിക്കോളും പെരടിക്ക്. അത് എല്ലാ ഫീൽഡിലും ഉണ്ടത്, ഇല്ല എന്ന് പറയണ്ട, എല്ലാ ഫീൽഡിലും ഉണ്ടത്. സാധാരണക്കാരനെ ഒരു ചെറിയൊരു ഇത് ചെയ്യും. സാധാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിലാണ് ഞാൻ പറഞ്ഞത്. അവൻ മിണ്ടൂല, അവൻ പാവോണ്. ഒരു കൽപ്പണിക്കാരൻ മിണ്ടില്ല. അവൻ വന്ന് 1 കിലോ വെണ്ടക്ക 1 കിലോ പയറെടുത്ത് വെക്കുക. അപ്പോൾ നമ്മ പറയണം 1 കിലോ ഓഫറാണ്, എടുത്തോ. അവൻ പറയും. ആ സ്ഥാനത്ത് പൈസ ഉള്ളവൻ, കൂടുതൽ പൈസ ഉള്ള ചില ആളുകൾ, എല്ലാവരും എല്ലാ ടൈം പറഞ്ഞാൽ വന്നിട്ട് 1/4 കിലോ തന്നെ മതി എന്ന് പറയും. 1 ഗ്രാം കൂടുതൽ മേടിച്ച് അവർ കഴിക്കൂല. മറ്റത് 1 കിലോ മേടിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ സ്ഥാപനം വളർത്തുന്ന ലേഡീസാണ്. ഇപ്പോൾ ഒരാളുടെ വൈഫ്, ഞങ്ങളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രൈസ് എടുത്തിട്ട് ഞങ്ങൾ എല്ലാം വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഇടുന്നുണ്ട്. ഞങ്ങൾ മീഡിയയിലൊക്കെ ഇടുമ്പോൾ അത് അവർ നോക്കും. ഒരു ഏരിയയിൽ അത് നോക്കിയിട്ട് അജൂബെ പോയിട്ട് നമുക്കിന്ന് അവിടെ അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മേടിക്കാമെന്ന് അറിയാമോ? 2 ഈറ്റ് സവാള, 2 ഈറ്റ് തക്കാളി. കാരണം ഈ 300-400 രൂപ കൊടുത്താൽ ആകെ ഇത്തിരി ഉള്ളൊരു കിറ്റ് കിട്ടുള്ളൂ പച്ചക്കറി. ഇത് കടയിൽ വന്ന് ഒരു ചാക്കും കൊണ്ടുപോകാം 400-500 രൂപക്ക്. പിന്നെ ഇപ്പൊ പുറത്ത് ബീറ്റ്റൂട്ടൊക്കെ ഇപ്പൊ 50 റുപ്യ, 48 റുപ്യ, 45 റുപ്യൊക്കെ മാർക്കറ്റ് ഉണ്ടാവും. എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാറുമില്ല. ഞാൻ വെക്കണ 15 റുപ്യാണ് 1 കിലോ. അത് വില കുറച്ച് കൊടുക്കും. അപ്പോൾ ഇവർ വിചാരിക്കണം എന്താണ്, എല്ലാവരും കച്ചവടക്കാർ വിചാരിക്കണം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ എല്ലാവരും നശിപ്പിക്കാനല്ല, അവർക്ക് കഴിവില്ല. അവർ വാങ്ങണോടത്ത് വില കുറച്ച് മേടിക്കണ്ടേ, വേണ്ടേ? തീർച്ചയായിട്ടും അത് അതിനായിരിക്കണം കഴിവുണ്ട്, കച്ചവടക്കാർക്കാണല്ലോ. എനിക്കതിന് കഴിവുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ 3 റുപ്യക്കും 4 റുപ്യക്കും ബീറ്റ്റൂട്ട് മേടിച്ചിട്ടാണ് ഞാൻ 15-നും 20-നും. അപ്പോൾ ഒരു ഏരിയയിൽ 15-ന് വിൽക്കുകയാണെങ്കിൽ ചില ഏരിയയിൽ 20-ന് വിൽക്കും. എനിക്ക് 16 ഷോപ്പുണ്ടല്ലോ. ഈ ഏരിയയിൽ ഇപ്പോൾ 3 ഷോപ്പിലും ഓഫർ ഭയങ്കരമായിട്ട് ഇട്ടുന്നു കിട്ടുക. ബാക്കി എൻ്റെ 13 ഷോപ്പിലും ഇത്തിരി കൂടുതലായിരിക്കും. അതെല്ലാവർക്കും കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും ഈ ഏരിയയിലുള്ള ആൾക്ക് കൊടുക്കണം. അവർക്ക് വേറെ ഇറച്ചി കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരൂ. ഇതൊക്കെ റൗണ്ട് ചെയ്ത് എല്ലാവർക്കും ഞാൻ കൊടുക്കും. അതെല്ലാവർക്കും കൊടുക്കും. ഒരാൾക്ക് ഇപ്പം മുരിങ്ങാക്കോല്, ഇന്നിപ്പോൾ ഞാൻ മുരിങ്ങാക്കോല് വിൽപ്പന 1/4 കിലോ 20 രൂപയാണ്. അപ്പം 80 റുപ്യ ആവണുള്ളൂ 1 കിലോ. നിങ്ങൾ ഇന്ന് പോയിട്ട് ഇപ്പം ഞാനീ പറഞ്ഞത് ഇന്ന് പോയിട്ട് ഒന്ന് അന്വേഷിച്ചോ, ഒരു 1/4 കിലോ കോലെടുക്കാൻ പറഞ്ഞാൽ അവൻ 50 റുപ്യ മേടിക്കും നിങ്ങളെ ഇന്ന് ഈ എറണാകുളത്ത്, അല്ലെങ്കിൽ 40 റുപ്യെങ്കിലും മേടിക്കും. ഒരിക്കലും അവൻ ഉദ്ദേശിക്കുന്നത് പഴയ 800-700 ഉണ്ടായിരുന്നു നിങ്ങളെ മനസ്സിലുള്ളത്. നിങ്ങൾക്കറിയില്ലല്ലോ വില കുറഞ്ഞത്. ഞാനങ്ങനെയല്ല, ഇന്ന് വില കുറഞ്ഞ് ഇന്ന് വില കുറക്കും, നാളെ വില കൂടിയ വില കൂട്ടും. അത് കൂട്ടണമല്ലോ, വില കുറച്ച് കൊടുക്കുമ്പോൾ. അത് എൻ്റെ ബിസിനസ്, ഞങ്ങളുടെ ബിസിനസ് മെയിൻ അതാണ്. ഇപ്പോൾ തക്കാളി എൻ്റെ ഷോപ്പിൽ 3 കിലോ 40 രൂപ, 3 കിലോ കിറ്റിന് 40. അത് ഒരു മീഡിയമാണ് എന്ന് വെച്ചാൽ ചീവോ കേടോ ഒന്നും ഉണ്ടാവില്ല. അറിയാണ്ട് ഒരെണ്ണം പെട്ടാലും ചിലപ്പോൾ സഹിക്കേണ്ടി വരും. അതില്ല ഞാൻ പറഞ്ഞുള്ളൂ, അത് നമ്മൾ മനുഷ്യന്മാരാണ്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. അതല്ല, ആ കസ്റ്റമറിന് അഴിച്ചു നോക്കി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സീൽ ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോടാന്നല്ല പറയണത്. അവർക്ക് കെട്ടി വെച്ചേക്കാണ്, അത് അഴിച്ചിട്ട് അവർക്ക് നോക്കാം. ആരും കൈക്ക്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഷോപ്പിൽ ആരും കൈക്ക് പിടിക്കൂല. എൻ്റെ മെയിൻ ഓർഡറാണത്. എൻ്റെ ഷോപ്പിൽ കൈക്ക് പിടിക്കാൻ പാടില്ല. ചിലപ്പോൾ ഒരാൾ ഒരു വർത്തമാനം പറഞ്ഞ് പോകും, അത് അവൻ്റെ ഒരു സ്പിരിറ്റ് ആയിരിക്കും, മിണ്ടാണ്ട് വിട്ടേക്കണം. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നുള്ള പച്ചക്കറി കേരളത്തിലേക്ക് വരുന്നത്. നമ്മൾ ഇപ്പോൾ ഇത്രയും ടൺ, ഒരു 60-70 ടൺ ഒരു ദിവസം എടുക്കുമ്പോൾ ഇതെല്ലാം റെഡി ക്യാഷ് കൊടുത്തിട്ട് തന്നെ എടുക്കണ്ടേ? അല്ല, അത് നമ്മൾ ഇപ്പോൾ മൈസൂരിൽ നിന്നൊക്കെ എടുക്കണതിൻ്റെ നമ്മൾ ഈ ആഴ്ചക്കടുത്ത് നെക്സ്റ്റ് വീക്കോ നമ്മൾ സെറ്റിലാക്കുള്ളൂ. എപ്പോഴും ഒരു വീക്കിലത്തെ പെൻഡിങ് ഇടും, അപ്ഡേറ്റ് ആക്കും. ഇനിയിപ്പോൾ ഈ ആഴ്ച എടുത്ത് കഴിഞ്ഞാൽ ഇനി ശനിയാഴ്ച സാറ്റർഡേ വരുമ്പോൾ കഴിഞ്ഞ ബില്ല്
ഫുള്ള് കണക്ക് കൂട്ടി എല്ലാം സെറ്റിലാക്കി അവന് ശനിയാഴ്ച അന്ന് രാത്രി CDM ഇട്ട് കൊടുക്കും ഫുൾ പേയ്മെൻറ്റ്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്തു. അതിൻ്റെ ഇടയിൽ അവർ വിളിക്കും, അണ്ണാ 1 ലക്ഷം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 1.5 ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, അപ്പോൾ ഇട്ട് കൊടുക്കും വേഗം. അപ്പോൾ വേഗം ഇട്ട് കൊടുക്കും. കാരണം അവൻ്റെ ആവശ്യങ്ങളാണല്ലോ, ഒരിക്കലും ഇല്ലയെന്ന് നമ്മൾ അവരോട് പറയൂല. അവരുടെ ആവശ്യങ്ങൾ നടത്തണ്ടേ, തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കും. പിന്നെ അവർക്കും അതിനുള്ള മാർഗം, അവർ ഒരു തമിഴിന് എനിക്ക് സാധനം അയച്ച് അതിലിപ്പോൾ കുറച്ച് പയർ മോശമായി, അല്ലെങ്കിൽ കുറച്ച് ബീൻസ് മോശം, അല്ലെങ്കിൽ കുറച്ച് തക്കാളി മോശം. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് ഒരിക്കലും വെളുപ്പിനെ വിളിച്ചിട്ട് വണ്ടി വന്ന് 4 മണിക്കും 3 മണിക്കും 2 മണിക്കും ആണല്ലോ. അപ്പോൾ ഇത് നോക്കുമ്പോൾ സാധനം മോശമാണെങ്കിൽ ഒരിക്കലും അവനപ്പോൾ വിളിക്കൂലേ. ഒരിക്കലും അവൻ എനിക്ക് വേണ്ടി എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളല്ലേ. അപ്പോൾ ഒരിക്കലും അവൻ മോശം തരാൻ നോക്കുമോ, ഇതുവരെ ഇല്ലാത്ത. അപ്പോൾ ഒരു പ്രാവശ്യം കംപ്ലയിൻറ്റ് വന്നാൽ അപ്പോൾ ഞാൻ ഇവനെ വിളിക്കുമൊന്നുമില്ല. അവനപ്പോൾ വിളിച്ച് അവൻ്റെ മനസ്സ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് പൊളിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. അവൻ നമുക്ക് വേണ്ടി പണിയെടുത്ത് കിടന്ന് ഉറങ്ങുകയാണ്. തീർച്ചയായിട്ടും രാവിലെ തുടങ്ങി വെളുപ്പിന് 5 മണി വരെ തുടങ്ങി രാത്രി 9 മണി 10 മണിയാവും വീട്ടിൽ പോകുമ്പോൾ. എനിക്ക് ലോഡ് കയറ്റി കഴിയുമ്പോൾ ഇത്രയും ലോഡ് കയറ്റണമെങ്കിൽ ടൈം എടുക്കുമല്ലോ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നു ഞാൻ 4 മണിക്ക് വിളിച്ച് കുറച്ച് ചീത്ത പറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രൂക്ഷത്തിൽ പറയും. അതങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഉള്ള സംഭവങ്ങൾ ഞാൻ പറയപ്പോൾ. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ മനസ്സ് വിഷമിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയൂല. നേരം വെളുത്തതിന് ശേഷം അടുത്ത ഓർഡറിങ്ങിന് വിളിക്കുമ്പോൾ, എടാ ഇന്നമാതിരി എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്, ഇത്രയൊക്കെ പോയിട്ടുണ്ട്, ഇന്ന് എടുക്കുന്നതിലോ നാളെ എടുക്കുന്നതിലോ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ചരക്കയക്കാം, അല്ലെങ്കിൽ ഞാൻ പൊട്ടും, ഇതും ഇത്ര നഷ്ടമുണ്ടാകും. അപ്പം പറയാം അണ്ണാ അത് ഞാൻ ചെയ്തേക്കാം, അത് ഞാൻ ഇത്ര വെച്ച് കുറച്ചൊക്കെ ഇതിലല്ല അടുത്ത ബില്ലിൽ നിങ്ങൾക്ക് കുറച്ച് വരും. അപ്പോൾ അവൻ അവിടെ സംസാരിച്ചിട്ട് അവിടെ എടുക്കുന്ന കൃഷിക്കാരോടും അല്ലെങ്കിൽ ഏജൻറ്റിനോട് സംസാരിച്ചിട്ട് അത് നമുക്ക് ആ ഭിന്നത്തെ ബില്ല് വരുമ്പോൾ വില കുറച്ചൊക്കെ ഇട്ട് ഏതുമല്ലെങ്കിലുമൊക്കെ നമുക്ക് സൂട്ടാക്കി തരും. അതിപ്പോൾ മേട്ടുപ്പാള ആയാലും ശരിയാണ്. മേട്ടുപ്പാളം ചിന്നത്തമ്പി എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് എനിക്ക് ചരക്കയക്കണത്. മൈസൂർ പ്രകാശൻ എന്ന് പറഞ്ഞ ഒരാളാണ് ലോഡ് ചെയ്യണത്. പിന്നെ സത്രത്ത് 3 പാർട്ടിയുണ്ട്, ഒക്കെ വമ്പൻ ടീമാണ്. ഇപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ചിലവർ വന്നിട്ട് പറയും ഞങ്ങൾ ലോഡ് തരാട്ടാ. ഇപ്പോൾ ഇന്നലെ ഒരാൾ പറഞ്ഞ തേങ്ങ ഞാൻ ഇറക്കാട്ടാ. ഞാൻ തേങ്ങ ഇറക്കൂല, ഒരു പാർട്ടി ഇവിടെ ഇറക്കുന്നുണ്ട്, അയാൾ 50 ആൾക്ക് 100 ആൾക്ക് തേങ്ങ ഇറക്കുന്നുണ്ട്. ഞാനപ്പോൾ അയാൾക്ക് ക്യാഷ് ഒന്നും കൊടുക്കാനില്ല, ബിൽ ടു ബില്ലാണ്, ഒരു പൈസ അയാൾക്ക് കൊടുക്കാനില്ല. അയാൾ ഇറക്കിയ ഇപ്പോൾ വ്യാഴാഴ്ച ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഇറക്കിയാൽ വ്യാഴാഴ്ച ക്യാഷിന് രാവിലെ വരുമ്പോൾ ആ ക്യാഷ് മൊത്തം അങ്ങോട്ട് കൊടുക്കും. പിന്നെ അയാൾ വ്യാഴാഴ്ച രാത്രി ഇറക്കും, പിന്നെ തിങ്കളാഴ്ച രാവിലെ വരും പൈസക്ക്, അപ്പോൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കും, വേറെ ക്രെഡിറ്റ് ഇല്ല. അപ്പം ഞാൻ ഈ ചോദിക്കുന്ന ആളോട് എന്ത് പറയുന്നത്, വേറെ അടുത്ത ആൾ വരും, ഇത് വരുന്നത് എപ്പോഴെന്ന് അറിയാമോ, മാർക്കറ്റിൽ ഇത് വിലയില്ലാതാവും, ഇതിന് സെയിൽ കുറഞ്ഞ്. അപ്പോൾ ഇവർക്കൊക്കെ വില കുറച്ച് പലവരും കൊടുക്കും. അപ്പോൾ ഇവർ കൊണ്ട് അവരേലും 2 രൂപ 3 രൂപ കുറച്ച് തരാൻ നമ്മളോട് പറയും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവനക്ക് 5 ലക്ഷം കൊടുക്കാനുണ്ട്, 5 നീ കൊടുക്കുകയാണെങ്കിൽ നിൻ്റെ ഞാൻ എടുക്കാം. അപ്പോൾ പോയിക്കോളുമല്ല, വേണ്ടാന്ന് പറഞ്ഞാൽ അവന് വിഷമാവും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവൻ 5 ലക്ഷം കൊടുക്കാണ്ട് പിന്നെ എനിക്ക് അവനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. വിട്ട് വേറെ നമ്മൾ സംസാരം വെറുതെ അവൻ എന്തിനാണ് ഇപ്പോൾ അവനെ ഒരു നിഷ്കളങ്കപ്പെടുത്തുക, എനിക്ക് അങ്ങനെ കിട്ടണ്ടോ നിൻ്റെ ഇറക്കൊന്നും വേണ്ട. അപ്പോൾ അവന് വിഷമായി. തീർച്ചയായിട്ടും ഇയാളെന്ത് മനുഷ്യനാണ്, പെട്ടെന്ന് പൂച്ചനെ പിടിച്ചു വിട്ട് സംസാരിച്ച് ഒരാളെ മനസ്സ് വിഷമിച്ച് നമ്മൾ ഇരിക്കരുത് ഷോപ്പിൽ. ഇപ്പം ചിലവർ വന്ന് എന്നോട് ജോലി ചോദിക്കും ഷോപ്പിൽ, അല്ലെങ്കിൽ ഫോണിൽ വിളിക്കും. ഞാൻ പറയും നേരെ വരാൻ പറയും. കാരണം വിളിക്കണത് ചിലപ്പോഴേ കൈയും കാലും തളർന്ന ആളായിരിക്കുള്ളൂ. അയാൾക്ക് ജോലി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കണം. എനിക്ക് അയാളെ ഭംഗി നോക്കിയിട്ട് എടുക്കാനല്ല. ഇയാൾ വന്ന് ഇയാൾക്കൊരു ഈ വലിയ ഭാരപ്പെട്ടൊന്നും കടയിൽ എടുക്കണ്ട, അതിനൊക്കെ നമ്മൾ ഓരോ സെക്ഷൻ തിരിച്ചിട്ടുണ്ട്, എടുത്തു കൊടുക്കണ്ടു. അതിന് എടുത്തു കൊടുക്കാൻ സ്പീഡ് വേണ്ടേ, അയാൾക്ക് പറ്റുമെന്ന് പോകാം. അപ്പോൾ അയാൾ വന്ന് കാണും. അപ്പോൾ വരുമ്പോൾ തന്നെ ചോദിക്കും സാലറി എത്രയാണെന്ന് ചോദിച്ചാൽ അയാളെ ഞാൻ കടയിൽ നിർത്തൂല. ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കുള്ളൂ, നിങ്ങൾ എന്ത് പണിയെടുക്കും? ഞാനത് ചോദിച്ചാൽ അത് കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ സാലറി അയാൾ എന്നോട് ചോദിക്കുകയാണ് എന്ത് സാലറി കിട്ടും എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരേ ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കാനുണ്ടല്ലോ. സാലറി ചോദിക്കണം, പണിയെടുക്കില്ല. അവൻ കള്ളപ്പണിക്കാരനാണ്. അവൻ 5 മണിക്കൂറോ 6 മണിക്കൂറോ പണിയെടുത്ത് 600-700 മേടിച്ചിട്ട് പോയി മൊബൈലിൽ തോണ്ടി ഒരു സ്മോൾ മേടിച്ച് വീട്ടിൽ കിടക്കാനാണ് അതിനൊരുങ്ങണത്. ശരിയല്ലേ? ഉറപ്പായിട്ടും. അതായത് പണിയെടുക്കണമെന്നില്ലേ വന്നിട്ട് എനിക്ക് ജോലി വേണം. ഓക്കെ, നീ നാളെ വരെ കയറിക്കോ. ശരി, രാവിലെ ഞാൻ വരും കേട്ടോ. എത്ര മണിക്ക് വരണം? ഇത്ര മണിക്കാണ് ഡ്യൂട്ടി. 6 മണി മുതൽ അല്ലെങ്കിൽ 6:30 മുതൽ, മുമ്പ് 6 മണി മുതൽ ആയിരുന്നു, ഇപ്പം 6:30, 6:45, 7 വരെയും വിട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പം. കാരണം പഴയ യുഗമല്ല. ഷോപ്പ് അടക്കുമ്പോൾ 10 മണിയാവും. അവരുടെ വേദന നമ്മൾ ആദ്യം പഠിക്കണം. ആദ്യം നമ്മൾ തൊഴിൽ ചെയ്തുകൊണ്ട്, ഞാൻ തൊഴിൽ ചെയ്തുകൊണ്ടാണ് അവരുടെ വേദന ഞാൻ പഠിച്ചേക്കണം കേട്ടോ. ഞാൻ രാത്രി ഉറക്കുളച്ച് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവരുടെ വേദന അറിയാം.
ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കൂല. അവർ 10 മണിക്ക് പോയിട്ട് ഇവിടുന്ന് വണ്ടി ഓടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ 10:30 അല്ലെ 11 മണിയാവും. എൻ്റെ മെയിൻ സ്റ്റാഫൊക്കെ എത്തുമ്പോൾ 11 മണിയൊക്കെ ആവും. ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ ഞാൻ 10:18 പിരിഞ്ഞു. അപ്പോൾ അവൻ വീട്ടിലെത്തണമെങ്കിൽ പിന്നെ കൊടുങ്ങല്ലൂരെത്തണമെങ്കിൽ അരമണിക്കൂറാണ് 3 മണിയെന്ന്. 11 മണിക്ക് എന്ന് ഒന്ന് കുളിച്ച് ഒന്ന് ഭക്ഷണം കഴിച്ച് 2 മിനിറ്റ് മൊബൈൽ ഇപ്പോൾ 12 മണിയായി. ഒന്നുമില്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവന് ഒരു ലവറെങ്കിലും ഉണ്ടാവും. അതിലൊക്കെ ഇരിക്കുമ്പോൾ 12 മണിയായി. പിന്നെ അവൻ കിടന്നുറങ്ങിയിട്ട് അവൻ 6 മണിക്ക് വൻ്റെ അല്ലെങ്കിൽ 6 മണിക്ക് എത്തും. എല്ലാവരും എത്താണ്ട്. എന്നാലും ഞാനിപ്പോൾ 6:30, 6:45, 7 മണി വരെ ആയിട്ടുണ്ട്. ഒന്നും പറയാറില്ല. എന്താണ് അവർക്കുണ്ടല്ലോ ഒരു മനസ്സ്, അവർക്കുള്ള ഒരു നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി എപ്പോഴും വേണം നമ്മളെ കൂടെയുള്ളവർക്ക്. പിന്നെ കൂടെയുള്ളവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അത് എനിക്ക് മസ്റ്റാണ്. ഇപ്പം എൻ്റെ കൂടെ കോണത്തക്കുന്നിൽ ഷാനു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായി. ആൾക്ക് ഞാൻ ആദ്യം 900 രൂപയുടെ ശമ്പളം കൊടുത്തിരുന്നു, അതായത് 5 വർഷം മുമ്പ്. പിന്നെ അത് ഞാൻ ഒരു 2 വർഷത്തിപ്പോൾ 1000, 1 വർഷം കഴിഞ്ഞപ്പോൾ 1000 ആക്കി. പിന്നെ ഒരു വർഷം 1100 ആക്കി. പിന്നെ അവന് 1300 ആക്കി ശമ്പളം. അവൻ ഷോപ്പ് മൊത്തം നോക്കിക്കോളും. പിന്നെ ഞാനെന്ന് വെച്ചാൽ ഇപ്പുറത്തെ ഹോൾസെയിൽ ഷോപ്പിലേക്കും വെളുപ്പിന് വരുത്തുന്ന ദിവസമൊക്കെ 1000 രൂപ എക്സ്ട്രയും കൊടുക്കും. രാവിലെ വെളുപ്പിന് വന്നിട്ട് അങ്ങോട്ട് പോകും. പിന്നെ എന്നാലും ഞാൻ ആ ശമ്പളം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അവന് ഉച്ചയാകുമ്പോൾ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയും. കാരണം വെളുപ്പിന് വന്ന് സഹായിക്കണമല്ലേ. എന്നാലും ഞാൻ ആ പൈസ ചിലവരെന്ത് ചെയ്യും, നമ്മൾ ക്യാഷ് കൊടുക്കണമല്ലേ, നമുക്ക് പണിയെടുപ്പിച്ചുകൂടെ എന്ന് ആലോചിക്കും. അങ്ങനെയുള്ള ചിന്താധികാർ ഒരുപാട് പേരുണ്ട്. നമ്മ എപ്പോഴും അവൻ്റെ ഉറക്കത്തിനെ മാനിക്കും. കാരണം ഞാൻ ഉറക്കുളച്ച് വിഷമിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ വേദന അറിയാം. അപ്പം ഉറങ്ങിക്കോളാൻ പറയും. ഇപ്പം അയാൾക്ക് ഞാൻ അവൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായി. അവനക്ക് ഏകദേശം അവൻ പഠിച്ചെന്ന് കണ്ടപ്പോൾ ഈ കോണത്തക്കുന്ന് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഷാനു. ഈ ഷോപ്പിൽ നിന്ന് ഞാൻ ഇയാളെ കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ പുതിയ ഷോപ്പ് തുടങ്ങി. 1 മാസമായിട്ടുള്ളൂ ഇപ്പോൾ തുടങ്ങിയിട്ട്. 1 മാസം 1.5 മാസം ആവണുള്ളൂ. അവിടേക്ക് ഇവനെ പ്രൊമോട്ട് ചെയ്തിട്ട് 75,000 ശമ്പളമാക്കിയവന്, ക്യാഷിയർ ആക്കിയവന്. പ്രൊമോട്ട് ചെയ്യണം. നമ്മളെ കൂടെ നിൽക്കണവരെ വലുതാക്കി കൊണ്ടുവരണം. അല്ലാണ്ട് കൂടെ നിൽക്കണവർക്ക് എന്നും ഒരു ശമ്പളം. അതുകൊണ്ടാണ് മുൻകാലത്ത് വർക്ക്ഷോപ്പുകളിൽ 300 രൂപ ശമ്പളം, 200 രൂപ ശമ്പളം ആഴ്ചയിൽ. ആ വർക്ക്ഷോപ്പിലെ ബുള്ളറ്റ് പണി ചെയ്യണതും ബുള്ളറ്റിൻ്റെ എല്ലാ പണിയും പഠിച്ചവൻ. അപ്പോഴും അത് തന്നെ. അപ്പോൾ അവൻ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് ഒരു എവിടെയെങ്കിലും ഒരു ബുള്ളറ്റ് അങ്ങനെയാണ് അവരൊക്കെ രക്ഷപ്പെട്ടത്. ശരിയാണോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഓരോന്ന് പഠിച്ചിട്ടാണ് ഓരോ. അപ്പോൾ നമ്മൾ ഇവരിങ്ങനെ പ്രൊമോട്ട് ചെയ്യും, നമ്മളെ വിട്ട് ഇവർ പോകൂല. കാരണം നമ്മൾ കണ്ടെത്തണം അവൻ്റെ പവർ എന്താണെന്ന്. എൻ്റെ കൂടെ നിൽക്കുന്നവന് ബിസിനസ് മൈൻഡ് ഉണ്ടോയെന്ന് ആദ്യം കണ്ടെത്തണം. മൈൻഡ് ഉണ്ടെങ്കിൽ അവനെ പ്രൊമോട്ട് ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്ന് വലുതാക്കണം അവനെ. അപ്പോഴാണ് അവൻ്റെ വീട് രക്ഷപ്പെടേണ്ടത്. എനിക്ക് മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? എനിക്ക് മാത്രം എന്നുള്ള ചിന്താഗതി പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ യൂസഫിലേക്ക് ഇത്രയും വളരാൻ കാരണം. പുള്ളിക്ക് മാത്രമൊന്നും പുള്ളി ചിന്തിക്കണില്ല. പുള്ളിയുടെ സ്റ്റാഫുകൾക്കും പുള്ളിയുടെ കൂടെ നിൽക്കുന്നവർക്കും എല്ലാവർക്കും കൊടുക്കണ്ട് പുള്ളി. അതിൽ നിന്ന് ലാഭവും കണ്ടെത്തരുത് നമ്മ. ഇപ്പം നമ്മളൊരു ദാനം ചെയ്ത് ദൈവത്തിന് ഇതിന് കൂലി, ദൈവത്തിന് കൂലിയുടെ ആവശ്യമുണ്ടോ? ദൈവത്തിന് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു 100 രൂപ ഇടണം. എന്തിന് ദൈവത്തിന് പൈസ? ദൈവത്തിന് പൈസ ആവശ്യമില്ലല്ലോ ഒരിക്കലും. ദൈവത്തിന് പൈസ ആവശ്യമുണ്ട് ഒരു അമ്പലത്തിലേക്ക്. അതിനെ ചുറ്റിപ്പറ്റി പെയിൻറ്റ് ചെയ്യാനും ആ അമ്പലത്തിലെ പൂജാരിക്ക് കൊടുക്കാനുള്ള ശമ്പളം കൊടുക്കാനുള്ള പൈസ അവിടെ വേണ്ടു. അതിന് 1 രൂപ 2 രൂപ 5 രൂപ ഇട്ടാലും അവിടെ കാര്യങ്ങൾ നടന്നു പോകും. ഇത് കൊണ്ടുവന്ന് 5 പവനും 6 പവനും കിട്ടുന്ന ദൈവത്തിന് അപ്പോൾ ദൈവത്തിന് കൈക്കൂലി കൊടുത്തിട്ട് ഈ 5 പവൻ കൊടുത്തിട്ട് 100 പവൻ 500 പവൻ കൈക്കൂലി ദൈവം തിരിച്ചു തരണം. ഡബിളായിട്ട് ഇരട്ടി തരൂ എന്നുള്ളതാണല്ലോ ചിന്തിക്കണേ അമ്മ. അങ്ങനത്തെ ഒരു ചിന്ത തന്നെ വിട്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ അതിനെ മതത്തിനെ ചൊല്ലിയൊന്നും പറഞ്ഞല്ല കേട്ടോ. ഞാൻ അതിൽ പറഞ്ഞു വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ. നമ്മൾ ദൈവത്തിന് കൂലി അതേമാതിരി ആർക്കും കൂലിയൊന്നും കൊടുക്കണ്ട. കൊടുക്കുന്നത് വൃത്തിയായിട്ട് ചെയ്യണം നമ്മൾ. നമ്മുടെ ജോലി നമ്മൾ വൃത്തിയായിട്ട്. എൻ്റെ ഭാഗത്തിൽ ഇനി ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു 10-140 സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷോപ്പിൽ വന്നിട്ടും ആ സ്റ്റാഫുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇക്ക എങ്ങനെയാണ് ഞങ്ങളെ കൊണ്ടു കിടക്കണം. എൻ്റെ സ്ഥാപനത്തിൽ ഒരാളെ കൊണ്ട് ഞാൻ വേറെ ആൾ പുറത്തുനിന്ന് ഒരു അപശബ്ദം വരെ ഞാൻ സംസാരിക്കാൻ സമ്മതിക്കില്ല. ഞാനും പറയില്ല. അവർക്കറിയാം അത്രയും കമ്പനി ആയിട്ടാണ് അവരായിട്ട് പോണത്. നമ്മൾ വരെ അവർ ഇപ്പം ഞാൻ തൊഴിൽ ചെയ്യുന്നുണ്ട്, ഞാൻ അവരൊപ്പം നിൽക്കും പോയിട്ട്. നമ്മൾ ഒരു മുതലാളിയായിട്ടൊന്നും ഇരിക്കാറില്ല, ഞാൻ അവരൊപ്പം നിൽക്കും. ഞാൻ 4 വർഷം ആയിട്ടുള്ളൂ ചാക്കയറ്റിൽ നിർത്തിയിട്ട്. ഞാൻ 500 ചാക്ക് 600 ചാക്കൊക്കെ ഡെയിലി ആയിട്ടുന്ന ആളാണ്. അല്ലേ പറയാണ് നമ്മ അറിയാം. കോതോർമിൽ ഇത്രയുള്ള കുട്ടികൾക്ക് വരെ അറിയാൻ പറ്റും. കോതോർമിൽ ഞാൻ കച്ചവടം, കോട്ടപ്പുറത്തൊക്കെ കച്ചവടം എല്ലാവർക്കും അറിയാം. കോട്ടപ്പുറം മാർക്കറ്റിലെ യൂണിയൻകാരാവട്ടെ എല്ലാവർക്കും അറിയാം എന്നെക്കുറിച്ച്. എല്ലാ ബിസിനസ്സുകാരും നല്ല നല്ല ബിസിനസ്സുകാർക്കൊക്കെ അറിയാം. ഈ നാസർ എങ്ങനത്തെ ആളാണെന്നും അയാളെങ്ങനെ പണിയെടുത്താണ് ജീവിച്ചതെന്നും ഒക്കെ അറിയാം. നമ്മൾ അന്നും നല്ല രീതിയിൽ ജീവിക്കണം. ഇന്നും എനിക്ക് ദൈവം
ഈ ദുനിയാവിൽ എനിക്കിപ്പോൾ തരാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സ്വർഗ്ഗമാണ് എനിക്ക് ദൈവം തന്നേക്കണം. നല്ലൊരു വീട്, നല്ലൊരു കുടുംബം, നല്ല മക്കൾ, നല്ല ഭാര്യ, ഇതൊക്കെ കിട്ടാൻ തന്നെയുള്ള ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് എനിക്ക് ഏറ്റവും വലിയ സ്വത്തായിട്ട് തോന്നിയിട്ടുള്ളൂ. ഞാൻ വീട് ഇല്ലയെന്ന് പറഞ്ഞൊക്കെ കുറേ നാളെങ്കിൽ അവിടെ ഇവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോഴും അത് ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വീടില്ല, ഒരു വീടില്ല, ഇങ്ങനെ നടക്കണമെന്നൊക്കെ പറഞ്ഞ കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ അതിപ്പോൾ എന്തായാലും ഒരു പാർട്ടി വലുതായി വരുമ്പോൾ പല രീതിയിലും പലതും പറയും. അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ വെച്ചപ്പോഴോ നല്ലതായിട്ടുള്ളൊരു വീട് വെക്കാൻ പറ്റി. ഒരു പോലും ക്രെഡിറ്റ് ഇല്ല. എല്ലാം ഇതിലായി ദൈവം അങ്ങനെ ഒരു വിധി എഴുതി തന്നു. ഇതൊക്കെ ദൈവത്തിന് കൈക്കൂലിയൊന്നും കൊടുത്തിട്ടല്ല. നമ്മൾ നല്ല രീതിയിൽ പോയാൽ നമുക്ക് എല്ലാവർക്കും കിട്ടും ഈ ദുനിയാവിൽ ബിസിനസ് പരമായിട്ട്. പിന്നെ കച്ചവടം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബിസിനസ് ചെയ്യണമെന്ന് ഒരു പുതിയൊരാൾ കച്ചവടം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞ അയാൾ കച്ചവടം ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ഗോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ തൊട്ടയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ അയലൊക്കെക്കാരെ കുറ്റം പറഞ്ഞല്ല കേട്ടാ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ട്. അവൻ തൃശ്ശൂർ മാർക്കറ്റിൽ പോയി പച്ചക്കറി എടുത്ത് ഫുട്പാത്തിലൊക്കെ ഇട്ട് വിറ്റ് തരുന്ന ഒരാളായിരിക്കും. അയാൾ ഇവനോട് പറയും, എടാ അപ്പോൾ ഇവൻ്റെ പൈസ ക്യാഷ് കണ്ടുകൊണ്ടാണ് അയാൾ സംസാരിക്കണത്. അങ്ങനെ ഒരു ഇത് ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ പറയും, നമുക്ക് പോയിട്ട് തൃശ്ശൂരിൽ നിന്നൊക്കെ എടുക്കാതെ, എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം, നീ കാശിറക്കിയാൽ മതി, എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി, ഞാൻ നിൻ്റെ കൂടെ നിൽക്കുക, നമുക്ക് ഫുട്പാത്തിൽ ഒരു പെട്ടി വണ്ടി എടുക്കുക, നമുക്ക് അതിൽ കൊണ്ടുനടന്ന് വിൽക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പെട്ടി വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കണ കണ്ടിട്ടില്ലേ? സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അവർക്ക്. സത്യം, അതിൽ കുറച്ച് പേർക്ക് മാത്രം എന്തെങ്കിലും കിട്ടണുള്ളൂ. സത്യം ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും അതായത് ഒറ്റക്ക് കൊണ്ടു കിടക്കണ ഏതെങ്കിലും കുറച്ച് തുച്ഛമായ ആൾക്കാർക്ക്. നിങ്ങൾ നോക്കിക്കോ, ഇന്ന് കണ്ട ഒരാളെ നാളെ ഫുട്പാത്തിൽ കാണൂല. നിങ്ങൾ നോക്കിയാൽ മതി, ശരിയാണോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞൊന്ന് ബാക്കപ്പ് എടുത്ത് നോക്കിക്കോ. ഇന്ന് നിങ്ങൾ ഫുട്പാത്തിൽ നിന്ന് മേടിച്ചു പോയി ഡെയിലി ചെല്ലുമ്പോൾ അയാൾ അവിടെ കാണൂല. അയാൾ കൂടി ഒന്ന് ഒരാഴ്ച റെഗുലറായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പുള്ളി ആ ബിസിനസ് നിർത്തി പോവുകയാണ്. കാരണം നഷ്ടം വന്ന് പാവും, വിൽക്കാൻ പറ്റാണ്ട് നഷ്ടം വന്നു. അപ്പോൾ അതേപോലെ കൊണ്ടുപോകും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ സ്വർണ്ണമൊക്കെ വിറ്റ് വേഗം ഒരു പെട്ടി വണ്ടി മേടിച്ച് തൃശ്ശൂർ മാർക്കറ്റിലോ ആലുവ മാർക്കറ്റിലോ ഇയാളെ കൊണ്ടുപോകും. അവിടെ നിന്ന് വില കുറച്ച് മേടിച്ച് കൊടുക്കും. ഇത് എൻ്റെ കടയിൽ വന്നാൽ, ഇപ്പോൾ എൻ്റെ ഹോൾസെയിൽ കടയിൽ വന്നാൽ, ഞങ്ങളിപ്പോൾ 15 ഉറുപ്പ്യ 10 ഉറുപ്പ്യക്ക് വന്ന പയറാണെങ്കിൽ ഞങ്ങൾ ഒരു 15 ഉറുപ്പ്യക്ക് ഹോൾസെയിൽ വെക്കും. ചാക്ക് എടുക്കുകയാണെങ്കിൽ അത് 13 കൊടുക്കും. അപ്പോൾ എനിക്ക് 10 ഉറുപ്പ്യക്ക് വന്നേക്കണതാണ്. അതിപ്പോൾ ഈ തൃശ്ശൂർ മാർക്കറ്റിലായാലും 10 ഉറുപ്പ്യക്കാണ് വന്നേക്കണത്, ഈ ആലുവ മാർക്കറ്റിലായാലും 10 ഉറുപ്പ്യക്കാണ് വന്നേക്കണം. അവർക്ക് അവിടെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വിറ്റഴിക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കടകളുണ്ട്. എൻ്റെ ഷോപ്പിൽ തന്നെ വിൽക്കാനുള്ള സാധനമാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഒരിക്കലും എൻ്റെ അടുത്ത് നിന്ന് ആർക്കും പെട്ടി വണ്ടി കൊണ്ടുവന്നിട്ട് വില കുറച്ച് കിട്ടുമെന്ന് ചോദിച്ചാൽ ആരും വരികയും വേണ്ട, ഞാൻ വിൽക്കുകയില്ല. കാരണം നഷ്ടക്കച്ചവടമാണത്. അത് കൃഷിക്കാരൻ്റെ പൈസയാണ് അവരത് തിന്നണത്. അപ്പോൾ ഈ അയച്ച ആളുണ്ടല്ലോ, ഈ ലോഡ് അയക്കുന്ന പാർട്ടി ഇപ്പോൾ തൃശ്ശൂർക്ക് അയച്ച് അവിടെ 10 ഉറുപ്പ്യക്ക് വന്ന് അവർ രാവിലെ 13 വിൽക്കും. 9 മണി കഴിഞ്ഞപ്പോൾ ഇത് മേടിക്കാൻ ആരുമില്ല. ഏത് ഈ പച്ചക്കറി പിറ്റേ ദിവസവും ഇതേ ലോഡുകൾ വരും. അപ്പോൾ ഇത് വിൽക്കണ്ടേ? ഈ പയറൊന്നും പിറ്റേ ദിവസത്തിന് വിറ്റ് പോകില്ല. അപ്പോൾ ഒരു 5 ഉറുപ്പ്യക്കും 4 ഉറുപ്പ്യക്കും തൂക്കം നോക്കി കൊടുക്കും. പക്ഷെ ആ കിട്ടുന്നതിൽ വേറൊരു സംഭവമുണ്ട്. ഏറ്റവും നല്ലതൊക്കെ നല്ല കച്ചവടക്കാർ തിരിഞ്ഞുകൊണ്ട് പോകും. അതിൻ്റെ സെക്കൻഡാണ് ഇവർക്ക് ഈ 3 ഉറുപ്പ്യക്കും 4 ഉറുപ്പ്യക്കും കിട്ടുക. ഇത് കയറ്റി ഈ പെട്ടി വണ്ടിയിൽ ഈ കൊണ്ടുപോയവൻ ഇതൊക്കെ കയറ്റി കൊണ്ടു നടന്ന്, അപ്പോൾ 4 ഉറുപ്പ്യക്ക് മേടിച്ച് 20 ഉറുപ്പ്യക്ക് വിറ്റാൽ ലാഭമാണല്ലോ. താങ്കൾ തന്നെ ആലോചിക്കുക, 4 ഉറുപ്പ്യക്ക് മേടിച്ച് 20 ഉറുപ്പ്യക്ക് 100 കിലോ പയറിട്ട് 1500 കിട്ടി, 200 കിലോ വിറ്റാൽ 2800 കിട്ടി. അങ്ങനെ 3-4 ഐറ്റം വിറ്റാൽ 10-15,000 ഉറുപ്പ്യ ലാഭം കിട്ടി. പക്ഷെ അത് മനക്കണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വിൽപ്പനയിൽ ഉണ്ടാവില്ല. ഇത് വൈകുന്നേരം ആകുമ്പോൾ മുതൽ പോലും വെക്കാതെ ബാലൻസ് വരും. മറ്റോനെന്ത് ചെയ്യും, ഈ കൂടെ കൂടിയവനെന്ത് ചെയ്യും, ഒരു 800 രൂപേൻ്റെ ശമ്പളവും മേടിച്ച് ചെറിയ ഉച്ചക്ക് ഇവനെ കൊണ്ട് ചെറിയ സ്മോളൊക്കെ മേടിപ്പിച്ചാൽ നമുക്ക് അടിക്കും. അവൻ ഹാപ്പി ആയിട്ട് അവൻ പോവും. ഇവന് കെട്ടിയുള്ള എടുത്ത് വരും പോയിട്ട് പാവൊന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല. ഒന്ന് നല്ലൊരു വാക്കുകൾ കെട്ടികളോട് സംസാരിക്കാൻ പറ്റില്ല. കെട്ടികളെന്ന് ചോദിക്കുമ്പോൾ ചൂടാവും. നീ മാർക്കത് എനിക്ക് വേറെ പരിപാടി, എനിക്ക് അതാണ് ടെൻഷനെന്ന് പറയുന്ന ഒരു അവസ്ഥ. കാരണം അവൻ്റെ പൈസ പോയി, ഇവൻ രക്ഷപ്പെട്ട് ഈ കൂടെ കൂടിയ ആൾ. ഇങ്ങനെയാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ്സിൽ ആരും ഇറങ്ങാതിരിക്കുക. ഇറങ്ങിക്കോ, വളരെ ശ്രദ്ധിച്ചു ഒറ്റക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങാവൂ ഈ ബിസിനസ്സിലേക്ക്. വെജിറ്റബിൾ വളരെയധികം ശ്രദ്ധിക്കണം. 8 പൊട്ടും വെജിറ്റബിൾ, 8 പൊട്ടും വെജിറ്റബിൾ. വേഗം, എത്രയും വേഗം റിസൾട്ട് അറിയാൻ പറ്റും വെജിറ്റബിൾ. മറ്റേ പലചര കച്ചവടം പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു തുണിക്കട തുടങ്ങിയിട്ടുള്ള പോലെയല്ല. പച്ചക്കറി ഇന്ന് വന്ന് ഇന്നും നാളെയും കഴിഞ്ഞാൽ മറ്റാണ് എടുത്ത് കളയണമല്ലോ. പിന്നെ പൊട്ടാണ്ട് എടുപ്പോൾ സെയിലില്ലെങ്കിൽ
പിന്നെയും കടം മേടിക്കണ്ടേ, അടുത്ത കൊണ്ടുവരണ്ടേ, എന്നാലല്ലേ ആൾക്കാർ മേടിക്കുകയുള്ളൂ. ഇന്ന് കൊണ്ടുവന്ന് നാളെയും വെക്കുക, ഇന്നും വെക്കുക. മൂന്നാമത്തെ ദിവസം വെച്ച ആൾക്കാർ നോക്കിയിട്ട് അയ്യോ ഇതെന്തോന്ന് പഴയതാണ്, ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ വന്നവർ പോകും കസ്റ്റമർ. അപ്പോൾ പിറ്റേ ദിവസവും ഫ്രഷ് മേടിക്കാൻ എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ സ്വർണ്ണം എടുത്തിട്ടോ ഒക്കെ അവൻ കൊണ്ടുവരും. നാളെ രക്ഷപ്പെടും, മറ്റന്നാൾ രക്ഷപ്പെടും. അങ്ങനെ പരമാവധി നിൽക്കാണ്ട് ഒന്നിൽ തന്നെ പൊട്ടിയെന്ന് കണ്ട് അവിടെ വെച്ച് നിർത്തിയിട്ട് അടുത്ത ജോലിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുക. ഇതിൻ്റെ അകത്ത് തന്നെ ഉന്നി ആ ക്യാഷ് കൊണ്ട് കളയാൻ നിൽക്കരുതായിരുന്നു. കളഞ്ഞു കഴിഞ്ഞാൽ അത് പോയി കിട്ടൂല, എടുക്കാൻ പറ്റില്ല നമുക്കതിൽ നിന്ന്, ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പം ചോദിക്കും ഞാനെങ്ങനെ നമ്മളിങ്ങനെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഇവിടെ എത്തി, അത്രേ ഉള്ളൂ. അതെ, ബിസിനസ് ശരിക്ക് ചെയ്ത് നമ്മൾ അതിലനുഭവസ്ഥനാവണം. ഇപ്പം 5 കിലോ, ഇപ്പോൾ ഒരു കടയിൽ ഇപ്പം 5 കിലോ പോകുള്ളൂ എങ്കിൽ ആ 5 കിലോ വാങ്ങാവൂ. നമുക്ക് ചാക്കെടുത്തോ അത് 12 ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം പോയി ചാക്കെടുക്കരുത്. 20-ന് 5 മേടിച്ചോ, 20-ന് 5 മേടിക്കുക, 5 കിലോ മേടിക്കുക, എന്നിട്ട് അത് നിങ്ങൾ 38-ന് വെക്കുക. അപ്പോൾ 18 രൂപ വെച്ച് കിട്ടിയ 90 രൂപ കിട്ടിയ 20 ഐറ്റം വെക്കുമ്പോൾ എന്ത് കിട്ടി? 10,800 രൂപ കിട്ടിയ ഒറ്റക്ക് കച്ചവടം ചെയ്തിട്ട്. ഒരു 500 രൂപ ചിലവും കഴിച്ച് 1,500 രൂപ കൊണ്ട് വീട്ടിൽ സുഖമായിട്ട് തിരിച്ച് ഒറ്റക്ക് പോകാം. അപ്പോൾ എന്താണ്, കടവും ഇല്ല, ഒന്നുമില്ല. ഈ 5 കിലോ വാങ്ങുക, വിൽക്കുക, 2 കിലോ വാങ്ങുക, വിൽക്കുക, എല്ലാ ഐറ്റവും വിൽക്കുക. ഒരു ചെറിയ കടയാകുമ്പോൾ പച്ചക്കറികൾ 5 കിലോ പയർ മേടിക്കുന്നത് 3 കിലോ മേടിക്കുക. സെയിൽ കുറയുമ്പോൾ, സെയിലുള്ള സമയത്ത് 5 കിലോ മേടിക്കുക. എന്നിട്ട് ചില ആൾക്കാർക്ക് വേറെ സ്വഭാവമുണ്ട്. ഒരു കട തുടങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ 20 കിലോ പയർ മേടിക്കണം ഒരു കട, 20 കിലോ പയർ, 10 കിലോ വെണ്ടക്ക, അങ്ങനെ വിൽക്കണ ഒരു കട. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് 20 കിലോ പയർ മേടിക്കും, 10 കിലോ വെണ്ടക്ക മേടിക്കും, 5 കിലോ ക്യാറ്റ് മേടിച്ച്, അങ്ങനെ എല്ലാ ഐറ്റംസും മേടിച്ച് ഒരു 10-15,000 രൂപയുടെ പച്ചക്കറി മേടിച്ച് അവൻ നല്ല ഇതിൽ നിൽക്കുമ്പോഴായിക്കോളും മാർക്കറ്റിൽ നിന്ന് ഒരുത്തം വിളിക്കുന്നത്, എടാ പയർ വില പറഞ്ഞിട്ടുണ്ട് 5 രൂപയ്ക്ക് വരാട്ടാ, കാലത്ത് 5-ന് മേടിച്ചാൽ മര്യാദക്ക് 30-നും 35-നും വിൽക്കണ്ട്. അപ്പോഴാണ് ഇവൻ പറഞ്ഞു 5 രൂപയ്ക്ക് കിട്ടുകൂടെ, ഒരാൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. ഈ 20 കിലോ പയർ വിൽക്കണ കടയിലേക്ക് പിന്നെ ഈ ഒരാൾക്കും കൂടിയും കൊണ്ട് കയറ്റി വരുവാൻ 5 രൂപയ്ക്ക് കിട്ടിയല്ല. അപ്പം ഈ 15-ന് മേടിച്ച പയറും ഈ പയറും കൂടി കൂട്ടിയിട്ട് 15-ന് തന്നെ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ 20-ന് വെക്കേണ്ടി വരും. അപ്പോൾ ആ ലാഭം കിട്ടണില്ല നമുക്ക്, പകുതി വിൽക്കുകയില്ല. ഈ 15 കിലോ തന്നെ ഈ കടയിൽ വിൽക്കുള്ളൂ, കൂടിയാലും മുക്കിയും മൂളിയും ഒരു 25 കിലോ വിൽക്കും. നമ്മൾ ഒരു ബലം പിടിച്ച് ഇങ്ങനെ ഒരുപാട് ആൾക്കാരോട് കൊണ്ടോ എന്ന് പറഞ്ഞാലും കിട്ടാൻ പോണ എത്രയാണ്? 25 കിലോ വിൽക്കുള്ളൂ. ബാക്കി ആ വന്ന ഒരാൾക്ക് വേസ്റ്റ് ആയില്ലേ? അപ്പോൾ 5 രൂപയ്ക്ക് വന്നപ്പോൾ ഈ ക്യാഷ് പോയാ, അത് ഏറ്റവും വലിയ മണ്ടത്തരം. ശരി, ഈ മാർക്കറ്റിൽ എത്ര തരം കച്ചവടക്കാരുണ്ട്? മാർക്കറ്റിൽ 3-4 തരം കച്ചവടക്കാരുണ്ട്, 5 തരം കച്ചവടക്കാരുണ്ട്. രാവിലെ വന്നത് ഇന്ന് ഞാൻ ആരെയൊക്കെ പൊട്ടിക്കണം അവരൊക്കെ തകർക്കും എന്ന് പറഞ്ഞു തന്നെ കുറേ ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ തകർക്കും എന്ന് പറഞ്ഞ മീൻസ് വേറെ ഇടിച്ചോ അതൊന്നുമല്ല, റേറ്റിൽ ഈ കഴിഞ്ഞ മാർക്കറ്റിൽ കഴിഞ്ഞ ചന്തക്ക് എൻ്റെ അവൻ എടുത്തില്ല, ഈ ചന്തക്ക് ഡിമാൻഡുള്ള എൻ്റെ കയ്യിലുണ്ട്, പോകുമ്പോൾ വരുമ്പോൾ ഇവനക്ക് ഞാൻ ഇന്ന റേറ്റിൽ കുറച്ച് കൊടുക്കൂല, അങ്ങനെ ചിന്തിച്ച് വരുന്നവരുണ്ട്. സെക്കൻഡ് വരുന്ന ഒരാളുണ്ട്, അയാൾ വന്നിട്ട് മാർക്കറ്റിൽ മൊത്തം വീക്ഷിക്കും. മാർക്കറ്റിൽ മാത്രമല്ല രാത്രിയിൽ നിന്ന് ഫോണൊക്കെ ഇറക്കിയിട്ടുണ്ടാവും, എവിടേക്ക് ഓരോ മാർക്കറ്റുകളിലേക്കും ഇന്ന ആൾക്ക് എന്തൊക്കെ കയറിയിട്ടുണ്ട്, ഇന്ന ആൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടില്ല, എന്തൊക്കെയാണ് ഡിമാൻഡുള്ള സാധനങ്ങളെന്ന് അവൻ വീക്ഷിക്കും. എന്നിട്ട് മാർക്കറ്റിൽ വന്നിട്ട് മാർക്കറ്റിൽ നോക്കുമെന്ന് റൗണ്ടപ്പിൽ അവിടെ എന്തോരമുണ്ട്, ഇവിടെ എന്തോരമുണ്ട്, അവൻ എന്ത് വില പറയാനുണ്ട്, അവൻ്റെ കയ്യിൽ സാധനം ഷോർട്ടേജ് ആണെങ്കിൽ തട്ടുവൻ, അത് ആളെ കൊല്ലാനുള്ള പരിപാടിയാണ്. അവസരം മുതലെടുക്കും. ഇതിൻ്റെ ഇടയിൽ വേറൊരാൾ വരും, അയാളിൽ ഒരു 3 കൂട്ടം സാധനം ഉണ്ടാവുകയുള്ളൂ, അത് 3 ഡിമാൻഡ് ഉള്ളതായിരിക്കും. കളം പഠിച്ചു. അത് 3 ഡിമാൻഡ് തെരഞ്ഞു പിടിച്ചേക്കാണ് അവൻ, അത് 3 നല്ല വിലക്ക് വിൽക്കുകയുള്ളൂ, 3 നല്ല വിലക്ക് വിൽക്കുകയുള്ളൂ. 4മതൊരാളുണ്ട്, അതിപ്പോൾ കോട്ടപ്പുറം മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്, ഈ ആലുവ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. PTJ ജെയിംസ് ചേട്ടൻ, KDK കുഞ്ഞപ്പൻ മരിച്ചുപോയി, 2 പേരും മരിച്ചുപോയി. KD കുഞ്ഞപ്പനൊക്കെ ഞങ്ങൾ ചെറുപ്പകാലം മുതൽ ഞാനൊക്കെ ബിസിനസ്സിൽ ആളായിട്ടൊക്കെ നല്ല ബന്ധമാണ്. ഇപ്പോൾ പുള്ളിയുടെ മകനാണ് ചെയ്യണത്, ജെയ്സൺ. പുള്ളിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന് ആ ബില്ലെടുത്ത് നോക്കും. ഇപ്പോൾ പയർ 3 രൂപക്ക് വന്നു അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് 1 രൂപക്ക് വന്നാണെങ്കിൽ 1.50 അല്ലെങ്കിൽ 1.20 ചെറിയൊരു. അതാണ് അവർ എല്ലാ സാധനവും അങ്ങനെയാണ്. ബില്ല് കാണിച്ചു തരും നമുക്ക്, ഇതണ്ട വന്നല്ലോ എന്നിട്ട് കൊണ്ടുപോകും എന്ന് പറയുക. അവരൊക്കെ അതുകൊണ്ട് എന്താണ്, അവരെ സാധനം 7 മണിയാകുമ്പോൾ തീർന്നു. കാരണം ആൾക്കാർക്ക് അറിയാം ചെറിയൊരു അവിടെ ഇടിയാണ്, അവിടെ വില ചോദ്യമില്ല. 5 ചാക്ക് അത് 2 ചാക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇയാൾ വിലയിട്ട് വെച്ചിട്ടുണ്ടാവുക.
അവിടെ ഇടിയാണ് അങ്ങനെയുള്ള കടയിൽ. അവർക്ക് കൊള്ളയില്ല, അവർക്കറിയില്ല അങ്ങനത്തെ മനസ്സ്. പക്ഷെ അവരാണെങ്കിലോ കോടിപതികൾ പോകണം. ഇവർ കോടിപതിയല്ല. ഈ ഡെയിലി കൊള്ളയണോ കോടിപതിയല്ല എന്ന് മറ്റോരോ പതുക്കെ കളം പിടിക്കണവനാണ് അല്ലേ? ആൾക്കാരുടെ മനസ്സ് പിടിച്ചിരുത്തി അവിശ്വാസം പിടിച്ചിരുത്തി കച്ചവടം ചെയ്യുന്നവനാണ് രക്ഷപ്പെട്ടുള്ളൂ. അതെ, അല്ലാത്തവനെ അങ്ങനെ രക്ഷപ്പെടും. അവന് കൊള്ളയണമെന്നുള്ള ചിന്താഗതി എന്തുകൊണ്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി ഇപ്പൊ നിങ്ങൾ വെറുതെ ചോദിക്കുക, കൊടുങ്ങല്ലൂര് KDK കോട്ടപ്പുറം മാർക്കറ്റിൽ കിങ്ങാണ് പച്ചക്കറിയിൽ. ആളും ഈ കൊള്ളിക്കിഴങ്ങൊക്കെ വിറ്റും ഇത് ചെയ്തും ഒരുപാട് കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് മുമ്പിൽ വന്ന ആളാണ് പുള്ളി. ഓക്കെ, വേറെ സ്ഥലത്തും ജോലി ചെയ്ത് വേറെ ആൾക്കാരുടെ. അപ്പോൾ ആളുടെ ആദ്യത്തെ മുതലാളിക്ക് നശിച്ചു പോയി. വൈ അങ്ങനെ അവരാണല്ലോ രക്ഷപ്പെടേണ്ടത്. പുള്ളി രക്ഷപ്പെട്ടല്ലോ. പുള്ളിക്ക് ഇപ്പോഴും നശിപ്പ് വന്നിട്ടില്ലല്ലോ. PTJ ജെയിംസ് ചേട്ടൻ നശിപ്പ് വന്നിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണത്? അത് ആളുടെ സത്യസന്ധത. ആള് ലാഭമൊക്കെ എടുക്കണ്ടില്ല എന്നൊന്നും പറയാനില്ല. പക്ഷെ ആള് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട്. ഓക്കെ. ഒരു കാലത്ത് ആലുവ മാർക്കറ്റിൽ ഞാൻ അതേമാതിരി ഒരു മൂസ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴ മൂസ ഞാൻ അതേമാതിരി ഈ ചൈത്രം വെജിറ്റബിൾസ് ബാദുഷ ഞങ്ങളൊക്കെ ചെന്നിട്ട് വേണം ഇതിന് വിലയിടാൻ. ഞങ്ങൾക്കൊക്കെ ഒരു വിലയാണ്. അത് വെച്ചിട്ടാണ് മറ്റുള്ളവർക്കൊക്കെ അതിൻ്റെ മുകളിൽ ₹1 കയറ്റിയിട്ട് അവർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊക്കെയാണ് പ്രത്യേക പരിഗണന. കാരണം ഞങ്ങൾ പുറത്തുനിന്ന് ഇപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് വണ്ടി വന്നാൽ അവർക്ക് അതൊരു പേരാണ്. ആലപ്പുഴ ആള് ആഗ്രഹിക്കുന്ന ലാഭമല്ല, എൻ്റെ കടയിൽ നിന്ന് മൊത്തം എടുക്കണം എന്നുള്ളൊരു മൈൻഡാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏതൊരു ഒരു ചെറിയൊരു കച്ചവടക്കാരൻ ഒരു 5 ട്രേ മുട്ട വെച്ച് അവൻ 5 മേടിച്ച് 5.50 മേടിച്ച് ഇന്നത്തെ കാലത്ത് എന്നിട്ട് ഞാൻ പറയണം ഞാൻ 5 രൂപേന് തരാമെന്ന്. അവൻ എന്തോരം വിഷമമുണ്ടാവുമെന്ന് അറിയുമോ? ഞാൻ 5 മേടിച്ച് പഴച്ചു പോയല്ല, എനിക്ക് 5 രൂപേന് ഇവിടുന്ന് കിട്ടിയാണ്. അപ്പോൾ മറ്റവൻ നിൻ്റെ മുട്ട ഇനി വേണ്ട, അങ്ങനെയാണ്. പക്ഷെ ആ കൊടുത്ത 5 കൊടുത്തവൻ സത്യസന്ധനായിരിക്കും, എന്നും കൊടുക്കുവാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നും കൊടുക്കും. മറ്റോൻ നമുക്ക് പാരിയണവൻ, അവൻ നശിച്ചു പോകും. അവൻ അധികം നാൾ നിൽക്കില്ല, ഉറപ്പായിട്ട് നിൽക്കില്ല. ഞാൻ എനിക്ക് ചരക്കെടുക്കുന്ന ആളെ ഞാൻ മാറ്റൂല. ഇനി തങ്കക്കട്ടി വേറെ ആരാന്ന് പറഞ്ഞാലും ഞാൻ മാറ്റൂല. കാരണം അവൻ എന്നെ വിശ്വസിച്ച് ലോണുകൾ എടുത്തിട്ടുണ്ടാവും, അവൻ്റെ വീട് പണി നടത്തിട്ടുണ്ടാവും, അവൻ്റെ വണ്ടി ഓടിക്കാനുണ്ടാവും. എന്നെ വിശ്വസിച്ച് ഒരു ലോറിക്കാരനെ വരെ ഞാൻ മാറ്റൂല. മേട്ടുപ്പാളയത്ത് നിന്ന് ഈ ഹക്കീംബായി എന്ന് പറഞ്ഞ ആളാണ് മേട്ടുപ്പാളയം. കോയമ്പത്തൂരിൽ നിന്ന് ജോയിൻ്റാണ് വണ്ടി. ഞാനൊന്നും പറയണ്ട, അവിടെ എൻ്റെ ചരക്കെടുക്കുന്നവർ വിളിച്ചു പറയും, എണ്ണ ഇത്രയാക്കുന്നുണ്ട് 5 ആൾക്ക് ക്യാറ്റുള്ളൂ എന്ന്. എനിക്ക് ബിസിനസ് കുറവ്. 5 ആക്കും കൊണ്ട് അവർ എൻ്റെ കടയിലേക്ക് വരുമെന്ന്. ഹൈവേന്ന് ചാലക്കുടിയിൽ നിന്ന് എൻ്റെ കടയിലേക്ക് എത്തണമെങ്കിൽ 28 കിലോമീറ്റർ വരണം. 5 ആൾക്ക് നാഷണൽ പെർമിറ്റ് വണ്ടി എത്തണമെങ്കിൽ എത്ര രൂപ ഡീസൽ അടിക്കണം? 5 ആക്കിന് അവർക്ക് കിട്ടാൻ പോകുന്നത് ₹650 എൻ്റെ കയ്യിൽ നിന്ന് വാടക. അതും കൊണ്ട് എൻ്റെ കടയിൽ ഇറക്കിയിട്ട് പോകും എന്ന് അത്രേ ഉള്ളൂ. എങ്കിൽ അതാണ് കണക്ഷൻ. അതാണുള്ള പാർട്ടി. വലിയ ലോഡ് വരുമ്പോൾ നമുക്ക് 1000 കുറച്ച് കിട്ടി 2000 കുറച്ച് കിട്ടിയിട്ടുണ്ട്, എന്ത് കാര്യമുണ്ട്? 5 ആക്കോട്ടപ്പോഴും കൊണ്ടുതരാൻ ആൾ വേണം നമുക്ക്. തീർച്ചയായിട്ടും. ഇപ്പൊ 5 ആക്കുള്ളൂ സത്രത്തുനിന്ന്, എനിക്ക് 5 ആക്കുള്ളൂ എന്ന്. ബിസിനസ് കുറഞ്ഞ് മൊത്തത്തിൽ. നാളെ എൻ്റെ ബിസിനസ് ഇതെല്ലാം പോയി. നമ്മളെ കയ്യിൽ ഇതൊന്നും നിൽക്കണ കാര്യമല്ല കേട്ടോ. എപ്പം പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ബിസിനസ് എന്നെ ആരും അറിയില്ല അന്ന്. അജൂബ എന്ന് പറഞ്ഞാൽ അറിയില്ല. ആ സമയം ഞാൻ പറഞ്ഞു, ആ സമയത്ത് ഒരാൾ കണ്ടശാങ്കടവിൽ വലിയ കച്ചവടമുണ്ട്. അവർ വരികയാണ്. ആളെ പേര് ഞാൻ പറയാനുള്ള. ഇപ്പോഴും അവർ വലിയ ടീം തന്നെയാണ്. നല്ല ആൾക്കാരുണ്ട്, വേറെ മോശം ആൾക്കാരൊന്നുമല്ല. അവർ എന്നെ കൂടുതൽ പുറത്ത് കൊണ്ടുവന്ന ആൾക്കാർ. അതിനവരോട് ഞാൻ നന്ദി പറയും. കാരണം സംഗതി അവരെന്നെ പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞാണ്, പക്ഷെ അത് എനിക്ക് ഗുണത്തിലെത്തി. ഇവർ എന്നെ ആരുമല്ല. പൊന്നാനിന്ന് തൊടി ഇവർ കാസർഗോഡ് മലപ്പുറം ഒക്കെ സെയിലുണ്ടായി. അവിടെ ഒന്നും എന്നെ അറിയില്ല, ഞാൻ സെയിലുമില്ല. അപ്പം ഞാൻ കണ്ടമാനം ബിരിയാണിയുടെ അടുത്ത് വിൽക്കണുണ്ടപ്പോൾ ഇവർക്ക് പേടിയാണ് ഞാൻ സെയിൽ തുടങ്ങിയാലോ എന്ന്. പിന്നെ ആണെങ്കിൽ പണ്ടാരികളൊക്കെ എൻ്റെ കടയിൽ വന്നാണ് പർച്ചേസ് ചെയ്യണത്. അപ്പം ഞാനാണെങ്കിൽ ഇവരേൽ ₹3 ₹2 കുറച്ച് വിൽക്കണം. ഞാൻ ബൾക്ക് മേടിച്ചിട്ടാണ് വിൽക്കണത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ പേടിയായി, ഞാൻ ഇനി പുറത്തേക്ക് സെയിൽ വന്നാൽ ഇവരുടെ പേര് പോകുമല്ലോ. ഇവർ പുറത്ത് സെയിലുണ്ട് എല്ലാ കടകളിലേക്കും. അപ്പോൾ ഇവരെല്ലാ കടയിൽ നിന്ന് അജൂബയുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമുണ്ട്. അജൂബ എന്താണെന്ന് ഞാൻ പോയിട്ടില്ല. ഇവൻ വെറുതെ കോഴിക്കോടൊക്കെ ചെന്ന് അജൂബ അങ്ങനെയാണ്, അജൂബ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ടീമാണ്, മറ്റാണ് മറിച്ചാണ് അവരോട് പറഞ്ഞു. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ കണ്ടശങ്കടയിലുള്ള ടീമിൻ്റെ ഒരു ഇളയമട മോൻ എൻ്റെ അടുത്തേക്ക് ജോലിക്ക് വന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നെ രക്ഷിക്കണം, അവരൊന്നും എന്നെ പ്രൊമോട്ട് ചെയ്തില്ല. ഞാൻ അവരെ ജോലിക്ക് നിന്ന് എനിക്ക് ശമ്പളമൊക്കെ തന്നെ എന്നെ പറ്റിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്നെ ഒരു ബിസിനസ്സിലേക്ക് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് കുറച്ച് ബിരിയാണി അരിയൊക്കെ തരണം, ഞാൻ സെയിൽ ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വീലറിന് ഞങ്ങൾ പൊന്നാനിക്ക് പോവുകയാണ്.
എത്ര വർഷം മുമ്പാണ്? 25 വർഷം 24 വർഷം മുമ്പ് ഓക്കെ. പൊന്നാനിക്ക് പോവുകയാണ് ഞങ്ങൾ. എനിക്ക് അങ്ങനെ പൊന്നാനിക്ക് ബൈക്കിന് പോയി. പൊന്നാനിയിൽ ഫസ്റ്റ് ഒരു കടയിൽ പൊന്നാനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ തുടങ്ങി ഇവിടെ നിന്ന് ഓർഡർ എടുത്ത് ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിട്ടിട്ട് സായുവിൻ്റെ പള്ളിയട തുടങ്ങിയിട്ട് പൊന്നാനി വരെ കയറിയ കടയിൽ പറയണ എന്താണെന്ന് അറിയാം, ഒരു ചാക്കിൻ്റെ ഓർഡർ എനിക്ക് തന്നില്ല ബിരിയാണി ആയിട്ടില്ല. അജൂബ എന്ന് പറയുമ്പോൾ തന്നെ അവർ ചിരിക്കുകയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു, കളിയാക്കണേ ഞങ്ങളെ. അങ്ങനെ പൊന്നാനിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് 1 കിലോമീറ്റർ ഉണ്ടെന്നപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി തിരിക്കടാന്ന് പറഞ്ഞു. രണ്ടാമത് ആ പോയ കട നാസർക്ക് ഇനി നീ തിരിക്കടാന്ന് പറഞ്ഞു. എനിക്ക് വാശിയായി. അങ്ങനെ ഞാൻ കമ്പനിയിലേക്ക് വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ സഹായം ചെയ്തു തന്നെ. അപ്പോൾ എനിക്കൊരു 2-3 കണ്ടെയ്നറായിട്ട് അർജൻറ്റായിട്ട് വിട്ടുതരാം. അതൊരു 3 മാസം 4 മാസം പെൻഡിങ് ഒരു ക്യാഷ്. അപ്പം എനിക്കത് ചെയ്ത് തന്നേ പറ്റുമെന്ന് പറഞ്ഞു. അവർ ഓക്കെ പറയുകയാണ്, അലിബാബയുടെ അരിക്കാർ. അങ്ങനെ ഞാൻ ഇത് ബുക്ക് ചെയ്ത് കണ്ട് തിരിച്ചങ്ങോട്ട് പോയി. തിരിച്ചങ്ങോട്ട് ചെന്നിട്ട് അന്നും എൻ്റെ കയ്യിൽ ഫോണുണ്ട്, അൽക്കാട്ടിലാണ് എൻ്റെ കയ്യിൽ. അതെ, ഇന്നും ആ നമ്പർ തന്നെയാണ്. അന്ന് 4 നമ്പർ 3376. ഇന്ന് അതിൻ്റെ മുകളിൽ 10 എന്നുള്ളൂ. അന്ന് ഇങ്ങോട്ട് കൂടുന്ന 2 രൂപയാണ്. പിന്നെ പേജറൊക്കെ ഉണ്ടെന്ന് എനിക്ക്. അന്ന് പേജറൊക്കെയാണല്ലോ, മെസ്സേജ് വരുന്നത് അതിൽ നോക്കിയിട്ട് ഓരോരുത്തരെ വിളിക്കേണ്ടതാണെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ അതിൽ തന്നെ മെസ്സേജ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പം അന്ന് ഞാൻ പോയി തിരിച്ച് പൊന്നാനിയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ആ കടയിൽ ചെന്നിട്ട് പറഞ്ഞു, ഫസ്റ്റ് കടയിൽ ലാസ്റ്റ് പോയ കടയിൽ ചെന്നിട്ട് പറഞ്ഞു, അതെ പത്തിയാൾക്ക് അരിയാൻ എഴുതിയിട്ടുണ്ട്, ക്യാഷ് വേണ്ട, വിറ്റിട്ട് നല്ലതാണെങ്കിൽ മാത്രം പൈസ തരിക, ഇല്ല എനിക്കത് വേണ്ട. അങ്ങനെയാണ് എനിക്ക്. അങ്ങനെ എല്ലാ കടയിലും 2000 ചാക്കിനും ഓർഡർ എടുത്ത് ഞാൻ. 2000 ചാക്ക് 3ൻ്റെ അന്ന് ഡേറ്റ് പറഞ്ഞിട്ടാണ്. പിന്നെ വണ്ടി വേണ്ടേ, 3 ദിവസമാണ് അവിടെ നിന്ന് കണ്ടെയ്നർ വന്നെങ്കിലൊക്കെ, ടോറസ് വന്നെങ്കിൽ അങ്ങനെ 3 ഡേയ്സിൽ വന്ന് എല്ലാ കടയിലും സപ്ലൈ. ഒരു അന്നത്തെ കാലത്ത് ഒരു 3 ചില്ലാനും കോടി റുപ്യക്ക് ക്രെഡിറ്റ് ഇട്ട് കൊടുത്തു എല്ലാ കടയിലും. അതെ, അത് വാശിയാണ് കച്ചവടം. അതായത് വേറെ ആളെ തോൽപ്പിക്കണമെന്നുള്ളതല്ല, ഒരു വാശി. എന്നെന്തിന് ഡ്യൂപ്ലിക്കേറ്റായി, എന്നെന്തിനിങ്ങനെ ചെയ്തെന്നുള്ളൊരു വാശി. അയാളോട് എനിക്ക് ഇപ്പോഴും ഇല്ല ദേഷ്യം. ഇപ്പം എനിക്ക് അയാളോട് സ്നേഹമാണ്, എന്നെ വലുതാക്കിയതിലുള്ള സ്നേഹം ഇന്നും. കണ്ടശാങ്കടവിൽ റോയൽ ഏജൻസീസ് എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. ജോബി ഭയങ്കര, അവരൊക്കെ ഭയങ്കര, ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനി വേണേ. ഇപ്പോഴും ഞങ്ങൾ വലിയ എതിർപ്പൊന്നുമില്ല കേട്ടോ, ഞാൻ പറയണം. അപ്പം അന്ന് അവരങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ സെയിലൊക്കെ ആക്കി. ഇത് ക്ലിക്കായി. അതായത് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വിളി വന്നു തുടങ്ങി, ഞങ്ങൾക്ക് 50 ചാക്ക് വേണം, ഞങ്ങൾക്ക് 100 ചാക്ക് വേണം, 200. അപ്പം എന്നോട് ഇവന് ഇങ്ങനെ വിളിക്കുകയാണല്ലോ, ഇവൻ ചെക്കനാണ് എൻ്റെ കൂടുള്ളവൻ. 100 ചാക്ക് 50 ചാക്ക് നീ കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് സെയിൽ തുടങ്ങി. അത് ഭയങ്കര വിജയത്തിലെത്തി. അങ്ങനെയാണ് അജൂബാന്ന് അറിയപ്പെട്ടത്. അവിടെ തുടങ്ങിയാണ്. അങ്ങനെ നമ്മൾ ശരിക്ക് ക്ലിക്കായി ഭയങ്കരമായിട്ട്. പിന്നെ ഫാദർ, പിന്നെ മെയിനായിട്ട് ഏത് ബിസിനസ് ചെയ്യുന്ന ആൾക്കും ബിസിനസ് പാരമ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നിലനിൽക്കും. അടിത്തറ സത്യസന്ധതകളായിരിക്കണം. എൻ്റെ ഫാദറൊക്കെ അങ്ങനത്തെ ഒരാളായിരുന്നു. എൻ്റെ ഫാദർ 64 വർഷം, ഞാനിപ്പോൾ മാക്സിമം എനിക്കിപ്പോൾ 54 വയസ്സ്. 13 വയസ്സെന്ന് പറയുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 41 വർഷം ഞാൻ ഇത്രയും ചെയ്തോന്ന് തന്നെ എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ്. ഇപ്പോഴും എനിക്കിത് വലിയൊരു അത്ഭുതമാണ്, എനിക്ക് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ജനങ്ങളെ ഏറ്റുതന്ന വലിയൊരു സംഭവം, ഒരു സംരംഭം തന്നെയാണ് എൻ്റെ ഈ ബിസിനസ്. തീർച്ചയായിട്ടും. ഇപ്പോഴും ഇതിൻ്റെ ഇടയിലും ഒരു 5 വർഷം മുമ്പൊക്കെ ചെറിയ കുറച്ച് കളവുകളൊക്കെ വന്ന്, അപ്പോൾ അതിൽ എന്നെ രക്ഷിച്ചത് ഇപ്പോൾ മാനേജർ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിലെ മോനാണ്, ചിക്കു. പുള്ളി വന്ന്, പിന്നെ ഒരു വിഷ്ണു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഡിസൈൻ എഞ്ചിനീയറാണ്, ഇപ്പോൾ ബാംഗ്ലൂരാണ്. ആൾക്ക് കൂടെ ബൂട്ടിക്കോ എന്ന് പറഞ്ഞ ഒരു സംഭവം കൊടുക്കുന്നുണ്ട് 3 വടിയിൽ. അപ്പോൾ ആളും ഇതേമാതിരി തന്നെ എൻ്റെ കൂടെ വന്ന്, ആ കൊറോണ സമയത്ത് ഇവരൊക്കെ വന്ന് ക്യാമറ എടുത്ത് ചെക്ക് ചെയ്ത് 9 ആളെ പിടിച്ച്. ഡെയിലി 10,000 രൂപ കക്കണ ആളുണ്ടായി, ഡെയിലി കടയിൽ നിന്ന് 3,000 രൂപ കക്കണ ആളുണ്ടായി, ഡെയിലി 10,000 രൂപ കക്കണ ആളുണ്ടായി. എല്ലാവരെയും പിടിച്ച് എല്ലാം നേരെയാക്കി. എനിക്ക് വന്ന ക്രെഡിറ്റുകളെല്ലാം എനിക്ക് വീണ്ടും ക്രെഡിറ്റുകൾ വന്നപ്പോൾ അളിയന്മാരൊക്കെ അന്വേഷിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, എന്താണ് ആൾക്കുള്ള പ്രശ്നം. ഒരു ഷെഫീർ എന്ന് പറഞ്ഞ ഒരു അളിയനുണ്ട്, പുള്ളിയൊക്കെ പറഞ്ഞ് എന്താണ് അളിയന് വേറൊരു പരിപാടിയില്ല, വെള്ളടിയില്ല, അല്ലെങ്കിൽ വേറെ പെണ്ണുപടിയില്ല, പിന്നെ എങ്ങനെ ക്യാഷ് പോണ് എന്നൊക്കെ ചോദിച്ചിട്ട്
അവർ കണ്ടെത്തി അങ്ങനെ എല്ലാവരെയും പിടിച്ച് ഇവരൊക്കെയാണ് നമ്മളെ രക്ഷിച്ചത്. ഇപ്പം എൻ്റെ ഇപ്പം എല്ലാവരും അപ്പോൾ അവരൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ചിക്കു എന്ന് പറഞ്ഞാൽ ഷുക്കൂർ എന്നാണ് പേര്. കൊച്ചിയിലാണ് ആൾ ജനിച്ചതും വളർന്നതൊക്കെ. വാപ്പ കൊച്ചിക്കാരനാണ്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അവൻ്റെ ഒരു വാപ്പാടെ സ്ഥാനത്ത് ഞാൻ തന്നെയാണ് അവനക്ക് ഇപ്പോഴും അങ്ങനെയൊക്കെ നിൽക്കണത്. അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പോൾ അവരെന്താണ് ഇപ്പം എൻ്റെ കൂടെ നമ്മുടെ കൂടെ ഡ്രൈവറായിട്ടല്ല, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വരെ എൻ്റെ കൂടെ നടക്കുന്നുണ്ട്, കണ്ണൻ എന്ന് പറഞ്ഞത്. പുള്ളിയും അതേപോലെ തന്നെ എൻ്റെ ഒരു വലം കൈയാണ്. രാത്രിയായാലും ഇപ്പോൾ രാത്രിയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇപ്പം ക്യാഷ് ഇല്ല, ഇപ്പം ക്യാഷ് ഒന്നും കൈ കൊണ്ട് നടക്കില്ല, എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്. മുൻകാലങ്ങളിൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ രണ്ടാളൊക്കെ കയ്യിൽ വെച്ച് പോകുള്ളൂ. കാരണം പെട്ടിയറച്ച് ക്യാഷ് ഉണ്ടാവും, എല്ലാ ഷോപ്പിലത്തെ ക്യാഷ് എമൗണ്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ആളില്ലാണ്ടൊന്നും ഞാൻ പോകാറുമില്ല. ഇന്ന് വരെ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ജനങ്ങൾക്കറിയാം എന്തായാലും ഈ ആൾ ഇന്ന രീതിയിലൊക്കെ നടക്കുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ ആരായിട്ടും വൈരാഗ്യങ്ങളൊന്നുമില്ല. പിന്നെ ബിസിനസ് പരമായിട്ട് ഉണ്ടാവുമല്ലോ, അത് ഒരു വേറൊരു മൈൻഡാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ല. ഞാനൊരാളെ തോൽപ്പിക്കാൻ ബിസിനസ് തുടങ്ങണമില്ല, ഒരാൾക്ക് ഒരു ദ്രോഹം എന്ന രീതിയിലൊന്നും ചെയ്യൂല. അതെനിക്ക് താല്പര്യമില്ല. ഓക്കെ, എന്തായാലും ആ ഒരു ഈ ഒരു രീതിയാണ് ആൾക്കാരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. ഒരു പരസ്യം പോലും ഇല്ലാതെ ഇത്ര ആൾക്കാർ മൗത്ത് പബ്ലിസിറ്റി കൂടിയാണ് ഇത്രയും നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുന്നത്. അത് ആ കച്ചവടത്തിന്റെ പാരമ്പര്യം തന്നെയാണ്, അവിടെ തൊട്ടുള്ള വിശ്വാസം. ഇപ്പോഴും ഒരു അമ്പലത്തിൽ നിന്ന് വന്നാലും എന്നോട് പറയും, നാസർക്ക ഞങ്ങൾക്ക് മറ്റേ നോട്ടീസിന്റെ പേര് ഞാൻ പരസ്യമില്ലായിരിക്കും. കാരണം 10-16 ഷോപ്പുണ്ട്. നമ്മൾ ഈ ഒരാൾക്ക് കൊടുത്ത എല്ലാവർക്കും ഉണ്ട്. ഒരു പാർട്ടിക്ക് എത്ര പാർട്ടിക്കാരുണ്ടായാലും സംഭാവന കൊടുക്കും എല്ലാവർക്കും. അത് കൊടുക്കും. ആര് കൊടുക്കണേലും കൂടുതൽ സംഭാവന. പേര് വേണ്ട, എനിക്ക് പേര് ജനങ്ങളുള്ള തന്നെ. നമ്മ പേരടിച്ചിട്ട് വലുതാവില്ല ഒരിക്കലും. ഈ പോസ്റ്ററിന്റെ ബേക്കിൽ വലുതാവും. എന്ത് പറഞ്ഞറിയാമോ, സിനിമ പേര് അതിൻ്റെ ക്ലാരിറ്റിയിലൊക്കെ നമ്മൾ പോകും. ഒരിക്കലും ഒരു ഷോപ്പ് വലുതാവില്ല, ഉറപ്പുള്ള കാര്യമാണ്. കാരണം അതിൽ നമ്മൾ ആ കൊടുക്കണ പൈസയും കൂടിയും കൂട്ടിയിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും വില കുറച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ, ഇപ്പോൾ കാട്ടൂർ കട ഉദ്ഘാടനം ചെയ്ത് ഒരാളും ഇല്ല. എൻ്റെ മരുമോളാണ് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ഒരാളെയും വിളിക്കൂല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർ വന്ന് ഉദ്ഘാടനം ചെയ്ത് അവർ പോയി. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ബസാറിൽ അപ്പോൾ ജാസി, പിന്നെ ബീന ആൻ്റണി മാം, അങ്ങനെയൊക്കെയാണ് വന്നത്. മനോജ് സാറ്, മനോജിനൊക്കെ ആയിട്ട് ഇപ്പോൾ അതല്ല ഒരു 10-25-28 വർഷം ബന്ധമുണ്ട്. എൻ്റെ കാറ്ററിങ്ങിൻ്റെ ആങ്കറിനും മറ്റുള്ളതിനൊക്കെ പുള്ളി ഞാൻ എപ്പോഴും വിളിക്കും. മനോജ് സാറിനെ എപ്പോഴും വിളിക്കും. നല്ലൊരു ഞങ്ങൾ ഫാമിലി ഫ്രണ്ടാണ്. അങ്ങനെയായിരുന്നു മനോജ് സാറ്, ബീനാനി മാമൊക്കെ നല്ല വൈഫിനായിട്ടും ഒക്കെ നല്ല ഇതാണ്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ ഇതിന് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളോടുള്ള ക്യാഷോ അതൊന്നുമല്ല, ഞങ്ങളോട് ഫാമിലി ഫ്രണ്ടാണ്. അവർ വരും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ദിവസം അവരെല്ലാവരും ഉണ്ടായി. വീട്ടിൽ വന്ന് താമസിച്ചിട്ട് രാവിലെയാണ് അവരൊക്കെ ഷോപ്പിലേക്കൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ബന്ധങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും വളരെ വളരെ സന്തോഷിക്കുക. കാരണം വിശേഷങ്ങൾ ഇത്രയും വർഷത്തെ